ഹലോ ഡിയർ സ്റ്റുഡൻസ്. അപ്പം നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ മൊഡ്യൂൾ 3 പാർട്ട് 4 ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പം നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത് ഗ്രിഡ് ചേമ്പറും ഡെട്രിറ്റസ് ചേമ്പറും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു അല്ലേ. അപ്പോൾ അതിൻ്റെ പ്രോബ്ലംസ് ഒന്ന് രണ്ടെണ്ണം നോക്കാം. അതേപോലെ തന്നെ ഫ്ലോ ഇക്വലൈസേഷൻ ടാങ്ക് എന്താണെന്ന് നോക്കണം. സെഡിമെൻറ്റേഷൻ ടാങ്കിന് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ. ഓക്കെ, ബാക്കിയൊക്കെ പറയാനുള്ളത് അത് ഒത്തിരി ആയിപ്പോവും, വീഡിയോ ലെക്ചറിന് ലെന്തും കൂടും. അതുകൊണ്ട് പിന്നെ അത് അടുത്ത പാർട്ടായിട്ട് ബാക്കി സെഡിമെൻറ്റേഷൻ ടാങ്കിൻ്റെ ബാക്കി പറയുന്നുള്ളൂ. അതേപോലെ ഞാൻ കഴിഞ്ഞ വീഡിയോയിലാന്ന് തോന്നുന്നു ഫ്ലോ ചാർട്ട് ഓഫ് സീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് ഞാൻ കാണിക്കാമെന്ന് പറഞ്ഞായിരുന്നു. ടെക്സ്റ്റ് ബുക്കിലൊക്കെ ഉണ്ട്, അതും ഞാൻ ഈ ഒരു സ്ലൈഡിൽ കാണിക്കാം. ഓക്കെ, PPT കാണിക്കാം. ഓക്കെ, അപ്പം ആദ്യമേ തന്നെ ഫ്ലോ ഡയഗ്രാം ഓഫ് സീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാൻ യൂസ്ഫുൾ ഫോർ ലാർജ് സൈസ്ഡ് സിറ്റീസ് ആണ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പം ആദ്യമേ എന്താണ് ഔട്ട്ഫോൾ സീവർ ടു പ്ലാന്റ് എന്ന് വെച്ചാൽ, ഔട്ട്ഫോൾ സീവർ എന്ന് വെച്ചാൽ എന്താണ്, വേസ്റ്റ് വാട്ടർ പല ഏരിയയിൽ നിന്ന് വെച്ചാൽ റെസിഡൻഷ്യൽ ഏരിയ, ഇൻഡസ്ട്രിയൽ ഏരിയ, കൊമേഴ്ഷ്യൽ ഏരിയ എന്നൊക്കെ കൊണ്ടുവരുന്ന വേസ്റ്റ് വാട്ടർ അല്ലെങ്കിൽ സീവേജ് ലാസ്റ്റ് ട്രീറ്റ്മെന്റ് പ്ലാനിലോട്ട് എത്തുന്നതിന് മുന്നേ ആ കൊണ്ടുവരുന്ന സീവറിനെ നമ്മൾ ഔട്ട്ഫോൾ സീവർ എന്നാണ് പറയുന്നത്. അപ്പം ആ സീവർ എന്താണ്, സീവേജിനെ ട്രീറ്റ്മെന്റ് പ്ലാനിലോട്ട് കൊണ്ടുവരും. ഓക്കെ, അവിടെ നിന്ന് ആദ്യത്തെ ട്രീറ്റ്മെന്റ് എന്താണ്, പ്രിലിമിനറി ട്രീറ്റ്മെന്റ് ചെയ്യും അല്ലേ. അതിൽ ആദ്യത്തെ ഏതാണ്, സ്ക്രീൻസ് വെച്ചിട്ട്. അപ്പം വലിയ കോഴ്സ് സ്ക്രീൻസിനെ നമുക്ക് ബാർ റാക്ക് എന്ന് പറയാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു ഒരു ലെക്ചർ പറഞ്ഞപ്പം. അപ്പം റാക്സിൽ കൂടെ വേസ്റ്റ് വാട്ടർ ആദ്യമേ ഒന്ന് പാസ്സാവും. അപ്പം എന്താണ്, കോഴ്സ് മെറ്റീരിയൽസ് ഒക്കെ ഇവിടെ അങ്ങ് സെറ്റിൽ ആവും, അല്ലെങ്കിൽ അത് ഇവിടെ കൊണ്ടങ്ങ് നമുക്ക് മാറ്റാൻ പറ്റും, ഫ്ലോട്ടിംഗ് മാറ്റേഴ്സിനെയൊക്കെ. ഓക്കെ, എന്നിട്ട് അതിനെ പാസ് ചെയ്ത് പോകുന്ന സീവേജിനെ അല്ലെങ്കിൽ വാട്ടറിനെ അടുത്ത് ഏതാണ്, ഗ്രിഡ് ചേമ്പറിലോട്ട് കൊണ്ടുപോകാം. ഓക്കെ, അപ്പം റാക്ക് ആൻഡ് ഗ്രിഡ് ചേമ്പേഴ്സ് ആർ ക്ലീൻഡ് മെക്കാനിക്കലി. റാക്കിങ്സ് ആർ ഷ്രെഡഡ് ആൻഡ് റിട്ടേൺ ടു ദ സീവേജ്. ക്ലീൻ ഗ്രിഡ് ഈസ് യൂസ്ഡ് ഫോർ ഫില്ലിംഗ്. ഓക്കെ, എന്ന് വെച്ചാൽ റാക്കും അതേപോലെ ഗ്രിഡ് ചേമ്പറും ഈ ഒരു കേസിൽ മെക്കാനിക്കലി ക്ലീൻ ചെയ്യാൻ പറ്റുന്നതാണ്. അതേപോലെ റാക്കിങ്സ് ഇവിടെ നമുക്ക് അടിഞ്ഞ് കിടക്കുന്ന സാധനം ഉണ്ടല്ലോ, അതിനെ വേണമെങ്കിൽ നമുക്ക് ഷ്രെഡ് ചെയ്യാം, കമ്മ്യൂണിറ്റേഴ്സ് കൊടുത്തിട്ട് ഷ്രെഡ് ചെയ്തിട്ട് വേണമെങ്കിൽ അതിനെ ഒന്നും കൂടെ സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാനിൽ കൂടെ തന്നെ പാസ് ചെയ്യിക്കാം. പിന്നെ ക്ലീൻ ഗ്രിഡ് ചേമ്പറിൽ അടിയുന്ന ക്ലീൻ ഗ്രിറ്റിനെയൊക്കെ മീൻസ് വാഷ് ചെയ്ത ഗ്രിറ്റിനെ നമുക്ക് ഈ ലാൻഡ് ഫില്ലൊക്കെ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം. ഓക്കെ, ഇനി ആ ഗ്രിഡ് ചേമ്പറും അതും കഴിഞ്ഞിട്ട് വരുന്ന വേസ്റ്റ് വാട്ടർ അല്ലെങ്കിൽ ആ ഒരു സീവേജിനെ അടുത്ത ഏതിലോട്ടാണ് പോകുന്നത്, ഡെട്രിറ്റസ് ചേമ്പർ ഉണ്ടല്ലേ നമ്മൾ പഠിച്ചതിനകത്ത്. അപ്പം ഡെട്രിറ്റസ് ചേമ്പർ എപ്പോഴും യൂസ് ചെയ്യണം എന്നല്ല, അത് വേണമെങ്കിൽ മാത്രമേ ഡെട്രിറ്റസ് ചേമ്പറിന്റെ ആവശ്യമുള്ളൂ. അപ്പം ഈ ഒരു കേസിൽ ഇത് കാണിച്ചിട്ടില്ല. അടുത്ത എന്ന് പറയുന്നത് പ്രൈമറി ട്രീറ്റ്മെന്റ് ആണ്. അതിൽ ഏതാണ്, സെഡിമെന്റേഷൻ അല്ലെങ്കിൽ സെറ്റിലിംഗ് ടാങ്കിലോട്ടാണ് ഇവിടെ നിന്ന് വരുന്ന വാട്ടർ ചെല്ലുന്നത്. ഓക്കെ, അവിടെ കുറെ നേരം സെറ്റിലിംഗ് ടാങ്ക് ആണല്ലോ, അപ്പം കുറച്ച് നേരം അതിൽ റീറ്റെയിൻ ചെയ്യും ആ ഒരു സീവേജ്. അപ്പം കുറെ സെറ്റിൽ ആകാൻ പറ്റുന്ന സ്പെസിഫിക് ഗ്രാവിറ്റി കൂടിയ ഫ്ലോട്ടിംഗ് മാറ്റേഴ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് താഴോട്ട് സെറ്റിൽ ആകും. ഓക്കെ, അപ്പോൾ അതിനെയാണ് സെറ്റിലിംഗ് സോളിഡ്സ് പ്ലൗഡ് ടു ദി സെന്റർ. അപ്പോൾ ആ സെറ്റിൽ ചെയ്യുന്നതിനെ എല്ലാത്തോണ്ട് സെന്ററിലോട്ട് കൊണ്ടുവരും. എന്നിട്ട് ആ സെറ്റിൽ ആയതിനെ നമ്മൾ സ്ലഡ്ജ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ആ സ്ലഡ്ജിനെ നമുക്ക് സ്ലഡ്ജ് ടു വാക്വം ഫിൽട്ടർ ആൻഡ് ഇൻസിനറേറ്റർ. ആ അടിഞ്ഞ സ്ലഡ്ജിനെ വേണമെങ്കിൽ വാക്വം ഫിൽട്ടറിലോട്ടോ അല്ലെങ്കിൽ ഇൻസിനറേറ്ററിലോട്ടോ വിടാം. ഓക്കെ, അപ്പോൾ അത് നമ്മൾ അത്രേ അതിനെപ്പറ്റി പറയുന്നുള്ളൂ. ഇനിയും ഈ മേളിൽ അടിഞ്ഞത് അല്ലാതെ മേളിലുള്ള വാട്ടർ ഉണ്ടല്ലോ, ആ ഒരു വാട്ടർ അടുത്ത പ്ലാന്റിലോട്ട് അല്ലെങ്കിൽ അടുത്ത യൂണിറ്റിലോട്ട് ചെല്ലും. അതിന് ആക്ടിവേറ്റഡ് സ്ലഡ്ജ് ടാങ്ക് എന്നാണ് പറയുന്നത്. ഇതെന്ന് വെച്ചാൽ ഇത് പ്രിലിമിനറി ട്രീറ്റ്മെന്റ് ആണ്, ഇത് പ്രൈമറി ട്രീറ്റ്മെന്റ് ആണ്. അടുത്ത ഏതായിരുന്നു, സെക്കൻഡറി ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ ബയോളജിക്കൽ ട്രീറ്റ്മെന്റ് എന്നൊരു പറഞ്ഞ യൂണിറ്റ് ഉണ്ട്. അതിലെ വൺ ഓഫ് ദി ബയോളജിക്കൽ ട്രീറ്റ്മെന്റ് ആണ് ആക്ടിവേറ്റഡ് സ്ലഡ്ജ് ടാങ്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ലാർജ് സൈസ് സിറ്റീസിലൊക്കെ കൂടുതലും പ്രൈമറി ടാങ്കിൽ നിന്ന് വേസ്റ്റ് വാട്ടർ ആക്ടിവേറ്റഡ് സ്ലഡ്ജ് ടാങ്കിലോട്ടാണ് പോകാറ്. അപ്പം അതിന് മുന്നേ വേണമെങ്കിൽ എയർ വെച്ച് കൊടുക്കുവാണെങ്കിൽ കുറച്ചും കൂടെ എയറേറ്റഡ് ആകും അല്ലേ. അപ്പോൾ എയറേറ്റഡ് ആയ ആ വേസ്റ്റ് വാട്ടറിനെ നമുക്ക് ആക്ടിവേറ്റഡ് സ്ലഡ്ജ് ടാങ്കിലോട്ട് കൊടുക്കാം. ഓക്കെ, അവിടെ ഇങ്ങനെ ഡിഫ്യൂസേഴ്സ് എയർ കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിനുള്ളിൽ ആ ഒരു ആക്ടിവേറ്റഡ് എയറോബിക് ഡീകമ്പോസിഷൻ നടക്കുന്ന രീതിയിലുള്ള ഒരു ആക്ടിവിറ്റി അതിൽ നടക്കുന്നുണ്ട്. അപ്പം ഇതിൽ റിട്ടേൺഡ് ആക്ടിവേറ്റഡ് സ്ലഡ്ജ് kept in suspension by air forms contact material dissolved and finely divided organic matter is converted into activated sludge. അപ്പോൾ ഈ ഒരു ടാങ്കിൽ എന്താ നടക്കുന്നത് വെച്ചാൽ എയർ ഡിഫ്യൂസർ ആയിട്ട് ഇവിടെ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പം ഇതിനുള്ളിൽ ഫൈൻലി അല്ലെങ്കിൽ ഡിസോൾവ് ആയിട്ടുള്ള ഓർഗാനിക് മാറ്റർ ഉണ്ടല്ലോ നമ്മുടെ വേസ്റ്റ് വാട്ടറിനകത്തുള്ളത്, അത് ആക്ടിവേറ്റഡ് സ്ലഡ്ജ് ആയിട്ട് കൺവേർട്ട് ആകും ഇതിനുള്ളിൽ. എന്നിട്ട് ഇത് താഴെ വന്ന് അടിഞ്ഞ ആ ഒരു സ്ലഡ്ജിനെ വേണമെങ്കിൽ നമുക്ക് റിമൂവ് ചെയ്യാം. അതിലെ കുറച്ചെടുത്തിട്ട് നമുക്ക് ഇതിനകത്തോട്ട് തന്നെ റിട്ടേൺ ചെയ്യാം. കാര്യം ഇച്ചിരി ആ ഒരു സ്ലഡ്ജ് എടുത്ത് മാറ്റിയത് ഫുള്ളി മാറ്റാതെ അതിൽ കുറച്ച് ഇതിനകത്തോട്ട് തന്നെ കൊടുക്കുവാണെങ്കിൽ അടുത്ത സെറ്റ് ഓഫ് വാട്ടർ വരുമ്പോൾ പെട്ടെന്ന് നമുക്ക് ആക്ടിവേറ്റഡ് സ്ലഡ്ജ് ഉണ്ടാകും.
ഓക്കെ. അപ്പം ഫൈനലി ഡിവൈഡഡ് ആയിട്ടുള്ള ഓർഗാനിക് മാറ്റർ അല്ലെങ്കിൽ ഡിസോൾഡ് ഓർഗാനിക് മാറ്റർ നമുക്ക് അങ്ങനെ സെറ്റിൽ ചെയ്യിക്കാം. ഓക്കെ. ഇവിടുന്ന് വരുന്ന വേസ്റ്റ് വാട്ടർ, ഇതും കഴിഞ്ഞിട്ട് വരുന്ന വേസ്റ്റ് വാട്ടറിന് വേണമെങ്കിൽ ഒന്നും കൂടെ നമുക്ക് എയർ കൊടുക്കാം. ഓക്കെ. ലാസ്റ്റ് അത് ഈ ആക്ടിവേറ്റഡ് സ്ലഡ്ജ് ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ ഈ സെക്കൻഡറി ട്രീറ്റ്മെന്റ് കഴിഞ്ഞിട്ട് എല്ലാ തരത്തിലുള്ള വേസ്റ്റ് വാട്ടറിനും നമ്മൾ ഒന്നും കൂടെ ഒന്ന് സെറ്റിലിംഗ് ടാങ്കിലോട്ട് കൊടുക്കും. ഇവിടെ പറഞ്ഞ പ്രൈമറി സെറ്റിലിംഗ് ടാങ്ക് പോലെ തന്നെ അടുത്ത ഒരു സെക്കൻഡറി സെറ്റിലിംഗ് ടാങ്ക് എന്ന് പറയാം, അല്ലെങ്കിൽ ഫൈനൽ സെറ്റിലിംഗ് ടാങ്ക് എന്ന് പറയാം. അപ്പോൾ ഒന്നും കൂടെ നമ്മൾ സെറ്റിലിംഗ് ടാങ്കിലോട്ട് കുറച്ച് നേരം ഇങ്ങനെ ഡീറ്റെയിൻ ചെയ്യുമ്പോൾ ഇനി ഇതൊന്നും ചെയ്തിട്ടും സെറ്റിലാകാതെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നും കൂടെ ഒന്ന് സെറ്റിലാകാൻ വേണ്ടി നമുക്ക് എങ്ങനെ ചെയ്യാം. അപ്പം ഇറ്റ് റിമൂവ്സ് ആക്ടിവേറ്റഡ് സ്ലഡ്ജ് പാർട്ട് ഓഫ് വിച്ച് ഇസ് റിട്ടേൺ ടു എയറേഷൻ ടാങ്ക്, പാർട്ട് വേസ്റ്റഡ്. അപ്പം ഈ ഒരു സെറ്റിലിംഗ് ടാങ്കിൽ ഇവിടെ നിന്ന് വരുന്നതിനകത്ത് ചിലപ്പോൾ ആക്ടിവേറ്റഡ് സ്ലഡ്ജ് ഇങ്ങനെ പൊങ്ങി കിടക്കുകയൊക്കെ ചെയ്യുമായിരിക്കും, അല്ലെങ്കിൽ സ്ലഡ്ജ് ആ ആക്ടിവേറ്റഡ് സ്ലഡ്ജ് വേണമെങ്കിൽ സെറ്റിൽ ആകാൻ പറ്റുന്ന രീതിയിലായിരിക്കും. അപ്പോൾ അതിനെ ഒന്ന് സെറ്റിൽ ആക്കാൻ വേണ്ടിയാണ് ഈ പറഞ്ഞ ഫൈനൽ സെറ്റിലിംഗ് ടാങ്കിലോട്ട് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ. അപ്പോൾ ആ അടിഞ്ഞതിനെ നമുക്ക് കുറേയൊക്കെ അങ്ങ് മാറ്റാം. അതിൽ കുറച്ചെടുത്ത് വേണമെങ്കിൽ ഒന്നും കൂടെ ആക്ടിവേറ്റഡ് സ്ലഡ്ജിലോട്ട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് അതിനകത്ത് ആ ഒരു എയറോബിക് ആക്ഷൻ പെട്ടെന്ന് നടക്കും. അങ്ങനെ കൂടുതലും ആക്ടിവേറ്റഡ് സ്ലഡ്ജ് അവിടെ ഉണ്ടാവും. ഓക്കെ. എന്നിട്ട് എന്താണ് ഈ ലാസ്റ്റ് പിന്നെ ഇവിടെ നിന്നുണ്ടാകുന്ന ആ ഒരു എഫ്ലുവൻറ്റിനെ നമുക്ക് മാറ്റി വേണമെങ്കിൽ സ്ട്രീമിലോട്ടോ റിവറിലോട്ടോ ഡിസ്പോസ് ചെയ്യാം. ഓക്കെ. ഇതാണ് ലാർജ് സൈസ്ഡ് സിറ്റീസിൽ യൂസ് ചെയ്യുന്ന കമ്പോണൻസ്. ഇപ്പം എക്സാമിന് ചോദിക്കുമ്പോൾ ഇങ്ങനെ പടം പോലെ ഒന്നും വരച്ചില്ലെങ്കിലും ഇങ്ങനെ ഒരു ബോക്സിൽ ആദ്യമേ ഔട്ട്ഫോളിൽ നിന്ന് വരുന്ന സീവേജ് റാക്കിലോട്ട് ചെല്ലും, അവിടെ നിന്ന് ഗ്രിഡ് ചേമ്പറിലോട്ട് ചെല്ലും, അവിടെ നിന്ന് പ്രൈമറി ടാങ്കിലോട്ട് ചെല്ലും. അങ്ങനെ ഒരു ആരോ കൊടുത്തിട്ട് ബോക്സിൽ പേര് എഴുതി വെച്ചാലും മതി. നന്നായിട്ട് വരയ്ക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ടൈം ഉണ്ടെങ്കിൽ നമുക്കത് വരച്ച് കൃത്യമായിട്ട് കാണിക്കാം. ഇങ്ങനെയൊന്നും എഴുതണം എന്നൊന്നും ഇല്ല കേട്ടോ. ജസ്റ്റ് ഫ്ലോ ഡയഗ്രാം വരയ്ക്കാൻ പറഞ്ഞാൽ അത് ക്വസ്റ്റ്യൻ എത്ര മാർക്കുള്ള ക്വസ്റ്റ്യൻ ആണെന്ന് നോക്കിയിട്ട് അതനുസരിച്ച് ആൻസർ ചെയ്താൽ മതി. ഇനി ഇത് സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റിന്റെ തന്നെ, പക്ഷേ സ്മോൾ ആൻഡ് മീഡിയം സൈസ്ഡ് സിറ്റീസ് ആകുമ്പോൾ ഉള്ള ട്രീറ്റ്മെന്റ് പ്ലാന്റിന്റെ ഒരു മീൻസ് അതിന്റെ ഫ്ലോ ഡയഗ്രാം ആണ് കാണിച്ചിരിക്കുന്നത്. ഇതിലും ആദ്യം അതേപോലെ തന്നെ ഔട്ട്ഫോൾ സീവർ ട്രീറ്റ്മെന്റ് പ്ലാനിലോട്ട് വരുന്നു. അവിടുന്ന് ആദ്യമേ അത് റാക്ക് അല്ലെങ്കിൽ കോഴ്സ് സ്ക്രീനിൽ കൂടെ പാസ് ചെയ്യുന്നു. ഫ്ലോട്ടിംഗ് മാറ്റേഴ്സ് ഒക്കെ അങ്ങനെ റിമൂവ് ആകുന്നു. ഓക്കെ. എന്നിട്ട് അത് പ്രൈമറി സെഡിമെന്റേഷൻ ടാങ്ക്, ഇതിൽ പിന്നെ ഗ്രിഡ് ചേമ്പർ എടുത്ത് പറയുന്നില്ല, കാര്യം അത് ഉടനെ പിന്നെ അങ്ങ് അത് പ്രൈമറി സെഡിമെന്റേഷൻ ടാങ്കിലോട്ട് വിടും. ഓക്കെ. അവിടെ സെറ്റിലാകാൻ പറ്റുന്ന സാധനം താരെ സെറ്റിലാകും. അതിനെ നമുക്ക് മെക്കാനിക്കലി എടുത്ത് മാറ്റാം. എന്നിട്ട് അതിനെ നമ്മൾ പ്രൈമറി സെഡിമെന്റേഷൻ ടാങ്ക് കഴിഞ്ഞാൽ അടുത്ത എന്താണ്, സെക്കൻഡറി ട്രീറ്റ്മെന്റ് ആണ് അല്ലേ. അപ്പം ഞാൻ പറഞ്ഞു സെക്കൻഡറി ട്രീറ്റ്മെന്റിൽ വൺ ഓഫ് ദി മെത്തേഡ് ആയിരുന്നു നേരത്തെ പറഞ്ഞ ആക്ടിവേറ്റഡ് സ്ലഡ്ജ് പ്രോസസ്. വേറൊരു മെത്തേഡാണ് ട്രിക്ലിംഗ് ഫിൽട്ടർ. ഓക്കെ. അതും രണ്ട് ടൈപ്പ് ഉണ്ട്, ഹൈ റേറ്റും ഉണ്ട്, പിന്നെ കൺവെൻഷണൽ റേറ്റും ഉണ്ട്, സ്ലോ റേറ്റും ഉണ്ട്. ഓക്കെ. അതിൽ ഹൈ റേറ്റ് ട്രിക്ലിംഗ് ഫിൽട്ടറിലോട്ട് വേണമെങ്കിൽ നമുക്ക് ഈ പ്രൈമറി സെഡിമെന്റേഷൻ ടാങ്കിൽ നിന്ന് വരുന്ന വാട്ടറിനെ അങ്ങോട്ട് കൊടുക്കാം. അപ്പോൾ അങ്ങോട്ട് കൊടുക്കുമ്പോഴേക്കും ആ വരുന്ന അതേ ഫ്ലോ റേറ്റിൽ നമുക്ക് കൊടുക്കാൻ പറ്റില്ല. അപ്പം ആ ട്രിക്ലിംഗ് ഫിൽട്ടർ കേടായി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിന് കറക്റ്റ് ഒരു ഡോസിൽ വേണം കൊടുക്കാൻ. അതുകൊണ്ടാണ് അതിനിടയ്ക്ക് ഒരു ഡോസിങ് ടാങ്ക് എന്ന് പറഞ്ഞിട്ട് ടാങ്ക് കൊടുത്തിട്ടുണ്ട്. ഓക്കെ. ആ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടി ട്രിക്ലിംഗ് ഫിൽട്ടറിലോട്ട് നമ്മൾ വാട്ടറിനെ എത്തിക്കും. അതൊരു റൊട്ടേറ്റിംഗ് ആം ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അപ്പം ആ മേളിൽ നിന്ന് താഴോട്ടാണ് വെള്ളം വരുന്നത്. ഓക്കെ. ഈ ഒരു ഡോസിങ് ടാങ്കിൽ നിന്ന് ഈ ഒരു പൈപ്പ് വഴി വെള്ളം ചെല്ലുന്നു. ഈ മേളിൽ വന്നിട്ട് ഇവിടുന്ന് ഇങ്ങനെ താഴോട്ട് ഈ ഫിൽട്ടർ വഴി ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ ഫിൽട്ടറായി വരുവാണ്. കാര്യം ഇങ്ങനെ നമ്മൾ ഒരു സാധാരണ നമ്മൾ വെള്ളം ഫിൽട്ടർ ചെയ്യുന്നൊരു ഒരു ഫിൽട്ടർ, അതിൽ നമ്മൾ മേളിൽ നിന്ന് വെള്ളം ഒഴിച്ച ആ ഒരു ഇപ്പോൾ ഒരു ആക്ടിവേറ്റഡ് കാർബൺ ആയിരിക്കും കൊടുത്തിരിക്കുന്നത്, അതിൽ കൂടെ വെള്ളം പാസ് ചെയ്ത് വരുന്നത്. അതേപോലെ തന്നെ ഇവിടെ മേളിൽ നിന്ന് വെള്ളം താഴോട്ട് ഫിൽട്ടറായി വരും. താഴെ നിന്ന് വെള്ളം പിന്നെ കളക്ട് ചെയ്ത് അടുത്ത യൂണിറ്റിലോട്ട് പോകും. ഓക്കെ. അപ്പൊ ഇവിടുന്ന് വരുന്ന ഇത് സെക്കൻഡറി ട്രീറ്റ്മെന്റ് അല്ലേ. ഇത് കഴിഞ്ഞാൽ എന്താണ് അടുത്തത്, എപ്പോഴും സെക്കൻഡറി സെറ്റിലിംഗ് ടാങ്ക് കാണും. അതിലോട്ട് വെള്ളം എത്തിക്കുന്നു. അവിടെ കുറച്ച് നേരം ഡീറ്റെയിൻ ചെയ്യുമ്പം സെറ്റിലാകാൻ പറ്റുന്ന എല്ലാം സാധനം സെറ്റിലാകും. അതിനെ നമുക്ക് സ്ലഡ്ജ് എന്ന് പറയാം. ആ സ്ലഡ്ജിനെ നമുക്ക് താഴെ നിന്ന് റിമൂവ് ചെയ്യാം. ഓക്കെ. പിന്നെ ഇവിടം കൊണ്ട് സെക്കൻഡറി സെറ്റിലിംഗ് ടാങ്കിൽ നിന്ന് പിന്നെ ലാസ്റ്റ് എന്താണ് അടുത്തത്, റിവറിലോട്ടോ സ്ട്രീമിലോട്ടോ ആ എഫ്ലുവന്റിനെ കൊടുക്കാം. ഓക്കെ. ഇനി അടുത്തത് ഇതിൽ ബാക്കി പറയുന്നത് ഈ അടിഞ്ഞ സ്ലഡ്ജിന്റെ കാര്യം ആണ്. ഓക്കെ. ആ അടിഞ്ഞ സ്ലഡ്ജിനെ നമുക്ക് വേണമെങ്കിൽ സ്ലഡ്ജ് ഡൈജഷൻ ടാങ്ക് എന്ന ടാങ്കിലോട്ട് വിടാം. ഓക്കെ. അവിടെ വെച്ച് ഇതിനുള്ളിൽ ഡൈജഷൻ നടക്കും. ഓക്കെ. ആ ഡൈജഷൻ നടക്കുമ്പോൾ കുറേ ഗ്യാസസ് ഒക്കെ റിലീസ് ആകും. ഓക്കെ. അപ്പോൾ ഡൈജസ്റ്റഡ് സ്ലഡ്ജ് ഫ്രം ബോത്ത് ദി സെറ്റിലിംഗ് ടാങ്ക്സ് ഇവിടെ ഉണ്ടാവുന്നുണ്ട്. ബാക്കി വെള്ളം പോലെ ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് വേണമെങ്കിൽ സ്ട്രീമിലോട്ട് വിടാം. ഓക്കെ. ഈ അടിഞ്ഞ സ്ലഡ്ജിനെ നമുക്ക് എന്താണ് അടുത്തത്, സ്ലഡ്ജ് ഡ്രൈയിങ് ബെഡ് എന്ന് പറഞ്ഞൊരു ബെഡ് കാണും. അതിൽ നമുക്ക് ഡ്രൈ ചെയ്യാൻ ഇടാം ഈ ഡൈജഷൻ കഴിഞ്ഞ സ്ലഡ്ജിനെ. എന്നിട്ട് ആ ഡൈജഷൻ കഴിഞ്ഞ ആ ഡ്രൈഡ് സ്ലഡ്ജിനെ നമുക്ക് പിന്നെ സോയിൽ ബിൽഡർ ആയിട്ടോ അല്ലെങ്കിൽ ഫില്ലിംഗ് ചെയ്യാൻ വേണ്ടിയൊക്കെ യൂസ് ചെയ്യാം. ഓക്കെ. ഇതാണ് ഈ ഒരു മീഡിയം സൈസ് സിറ്റീസിൽ യൂസ് ചെയ്യുന്ന സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റിന്റെ ഒരു ഫിഗർ.
ഓക്കെ, മീൻസ് ഒരു ഫ്ലോ ഡയഗ്രാം. അപ്പോൾ എന്താണ് ഇതിൻ്റെ ഒരു ഓർഡർ എന്താണ്? ഔട്ട്ഫോൾ സീവറിൽ നിന്ന് റാക്കിലോട്ട് വരും, അവിടെ നിന്ന് പ്രൈമറി സെഡിമെന്റേഷൻ ടാങ്ക്, അവിടെ നിന്ന് ഡോസിങ് ടാങ്ക് കൊടുത്തിട്ടുണ്ടായിരിക്കും, അതിൽ നിന്ന് ഹൈ റേറ്റ് ഫിൽറ്റർ ട്രിക്കിംഗ് ഫിൽറ്ററിലോട്ട് പോകും, അവിടെ നിന്ന് അത് സെക്കൻഡറി സെറ്റിലിംഗ് ടാങ്കിലോട്ട് പോകും, ലാസ്റ്റ് ആ എഫ്ലുവൻറ്റിനെ നമ്മൾ സ്ട്രീമിലോട്ട് വിടും. ഇനിയും ആ സെക്കൻഡറി സെറ്റിലിംഗ് ടാങ്കിൽ നിന്ന് വേണമെങ്കിൽ താഴോട്ട് ഒരു ആരോ കൊടുത്തിട്ട് അങ്ങനെ അടുത്തതായിട്ട് സ്ലഡ്ജ് ഉണ്ടാവുമല്ലോ, ആ സ്ലഡ്ജിനെ പിന്നെ നമുക്ക് സ്ലഡ്ജ് ഡൈജഷൻ ടാങ്കിലോട്ടും അവിടുന്ന് സ്ലഡ്ജ് ഡ്രൈയിങ് ബെഡിലോട്ടും വിടാം. അങ്ങനെ താഴോട്ട് ഒരു ആരോ കൊടുത്തിട്ട് ബാക്കി 3 കാര്യങ്ങൾ എഴുതിയാൽ മതി. ഓക്കെ, ഇതാണ് ഫ്ലോ ഡയഗ്രാം. പഠിച്ചേക്കണേ, ചിലപ്പം ചോദിക്കും. ഓക്കെ, അടുത്തത് എയറേറ്റഡ് ഗ്രിഡ് ചേംബറിൻ്റെ ഒരു ഡിസൈനാണ്. ഓക്കെ, ഡിസൈൻ ആൻഡ് എയറേറ്റഡ് ഗ്രിഡ് ചേംബർ ഫോർ ട്രീറ്റിംഗ് മുനിസിപ്പൽ വേസ്റ്റ് വാട്ടർ വിത്ത് ആവറേജ് ഫ്ലോ റേറ്റ് ഓഫ് 0.5 meter cube per second. Assume the peak flow rate to be 3 times the average. ഓക്കെ, അപ്പം എയറേറ്റഡ് ഗ്രിഡ് ചേംബർ ഡിസൈൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ആവറേജ് ഫ്ലോ റേറ്റ് എന്ന് തന്നിട്ടുണ്ട് 0.5 meter cube per second, അല്ലെങ്കിൽ അതിന് MLDയുടെ വാല്യൂ തന്നിട്ടുണ്ട്, മില്യൺ ലിറ്റർ പെർ ഡേയിലുള്ള വാല്യൂ തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് അതിന് വലിയ ആവശ്യമില്ല, നമുക്ക് മീറ്റർ ക്യൂബ് പെർ സെക്കൻഡിലാണോ നമ്മൾ എപ്പോഴും ചെയ്തു വരുന്നത്, അപ്പോൾ അത് മതി. ഇനി പറഞ്ഞിരിക്കുന്നത് പീക്ക് ഫ്ലോ റേറ്റ് എന്ന് പറയുന്നത് ആവറേജ് ഫ്ലോ റേറ്റിന് 3 times ആണെന്നും കൂടെ അസ്യൂം ചെയ്തേക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പം എന്താണ് പീക്ക് ഫ്ലോ റേറ്റ് എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും? അപ്പം 0.5 into 3 അല്ലേ, 1.5 meter cube per second. ഇനി അടുത്തത് നമ്മൾ എയറേറ്റഡ് ഗ്രിഡ് ചേംബറിനെ പറ്റി കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞപ്പം ഞാൻ പറഞ്ഞിരുന്നു, അതിനകത്ത് നമ്മൾ ഡിറ്റൻഷൻ ടൈം എബൌട്ട് 3 minutes എടുക്കാറെന്ന്. അപ്പോൾ 3 minutes അത് എത്ര സെക്കൻഡ് ആകും? അപ്പം 180 seconds ആണ്. കാര്യം നമുക്ക് സെക്കൻഡിൽ വേണമല്ലോ, ഇവിടെ നമ്മൾ മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് അല്ല, അപ്പോൾ സെക്കൻഡിലാണ് നമുക്ക് വേണ്ടത്. അങ്ങനെയാണെങ്കിൽ therefore എയറേറ്റഡ് വോളിയം എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? നമുക്ക് ഫ്ലോ റേറ്റ് അറിയാം, ടൈമും അറിയാം, അപ്പോൾ രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ, 1.5 into 180 ചെയ്യുമ്പോൾ 270 meter cube എന്ന് കിട്ടും. ഓക്കെ, അപ്പം ഇൻ ഓർഡർ ടു ഡ്രെയിൻ ദി ചാനൽ പീരിയോഡിക്കലി ഫോർ റൂട്ടീൻ ക്ലീനിങ് ആൻഡ് മെയിൻ്റനൻസ് യൂസ് 2 chambers. അതേപോലെ നമ്മൾ ഈ ഒരു എയറേറ്റഡ് ഗ്രിഡ് ചേംബർ എന്ന് പറയുമ്പോൾ നമ്മൾ പീരിയോഡിക്കലി ക്ലീൻ ചെയ്യുമല്ലോ, അപ്പോൾ ഒന്ന് ക്ലീൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ ആ ഒരു ടാങ്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ലായിരിക്കും, അപ്പം അതിൻ്റെ ഒരു വർക്കിംഗ് പ്രോസസ്സ് സ്റ്റോപ്പ് ആവും. അപ്പം ആ സ്റ്റോപ്പ് ആകാതിരിക്കാൻ വേണ്ടി നമ്മൾ 2 ഗ്രിഡ് ചേംബർ കൊടുക്കുകയാണെങ്കിൽ ഒന്ന് ക്ലീൻ ചെയ്യുമ്പോഴും മറ്റേ ഗ്രിഡ് ചേംബർ നമുക്ക് യൂസ് ചെയ്യാമല്ലോ. അപ്പോൾ അതാണ് പറഞ്ഞിരിക്കുന്നത്, ഇൻ ഓർഡർ ടു ക്ലീൻ ഒക്കെ ചെയ്യണം എന്നുള്ളത് കൊണ്ട് 2 ചേംബേഴ്സ് യൂസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ വോളിയം ഓഫ് 1 ചേംബർ എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഇതേ ഡിവൈഡ് ബൈ 2 ചെയ്താൽ 135 meter cube എന്ന് കിട്ടും. അപ്പം ഒരു എയറേറ്റഡ് ചാനലിന്റെ വോളിയമായി. ടു ഡിറ്റർമൈൻ ദി ഡയമെൻഷൻസ് ഓഫ് ദി എയറേറ്റഡ് ചാനൽ അസ്യൂം, ഇനിയും നമുക്ക് ഡയമെൻഷൻസ് കണ്ടുപിടിക്കണം അല്ലേ. ഡിസൈൻ ചെയ്യാന്ന് പറയുന്നത് എന്താണ്? ആ ഒരു ചേംബറിന്റെ ഡയമെൻഷൻസ് കണ്ടുപിടിക്കുക, ലെന്ത് വിഡ്ത്ത് അതേപോലെ തന്നെ ഡെപ്തും കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അല്ലേ. ഇനിയിപ്പം അത് കണ്ടുപിടിക്കാൻ നമ്മൾ ഏതെങ്കിലും ഒരു വാല്യൂ അസ്യൂം ചെയ്യേണ്ടി വരും. അപ്പം നമ്മൾ എന്താണ് അസ്യൂം ചെയ്തത്? നമ്മൾ എയറേറ്റഡ് ഗ്രിഡ് ചേംബർ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഡെപ്ത് എന്ന് പറയുന്നത് ഏകദേശം 3 meter ഒക്കെ വരണം എന്നുള്ളത്. അപ്പോൾ ആ വാല്യൂ തന്നെ നമ്മൾ എടുത്തു, അസ്യൂം ഡെപ്ത് ഓഫ് 3 meter. അതേപോലെ ഞാൻ പറഞ്ഞിരുന്നു വിഡ്ത്ത് ടു ഡെപ്ത് റേഷ്യോ എന്ന് പറയുന്നത് 1:1 തൊട്ട് 5:1 വരെ ആകാം. അപ്പം നമ്മൾ ഇതിൽ 2:1 എന്നങ്ങ് എടുത്തു. എന്താണ്? വിഡ്ത്ത് ടു ഡെപ്ത് റേഷ്യോ 2:1. അപ്പം നമ്മൾ ഡെപ്ത് 3 meter എന്ന് അസ്യൂം ചെയ്തു. അങ്ങനെയാണെങ്കിൽ വിഡ്ത്ത് എത്രയായിരിക്കും? ഡെപ്ത് ഇൻറ്റു 2 ആയിരിക്കും അല്ലേ. അപ്പം 3 into 2 6 meter എന്ന് കിട്ടി. അപ്പം വിഡ്ത്ത് കിട്ടി, ഡെപ്ത് നമ്മൾ അസ്യൂം ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി അടുത്ത് നമുക്ക് ലെന്ത് കണ്ടുപിടിക്കാമല്ലോ. ലെന്ത് എന്ന് പറയുന്നത് എന്താണ്? വോളിയം ഡിവൈഡഡ് ബൈ ഏരിയ ആണ് അല്ലേ. വോളിയം ഡിവൈഡ് ബൈ ഏരിയ എന്ന് പറയുന്നത് 3 into 6 7.5 meter എന്ന് കിട്ടി. അപ്പം നമുക്ക് ലെന്ത് ഡെപ്തും വിഡ്ത്തും കിട്ടി. ഇനിയും ഇൻക്രീസ് ദി ലെന്ത് ബൈ അബൌട്ട് 20% ടു അക്കൗണ്ട് ഫോർ ഇൻലെറ്റ് ആൻഡ് ഔട്ട്ലെറ്റ് കണ്ടീഷൻ. അതേപോലെ നമ്മൾ ഈ ലെന്ത് എന്ന് പറയുന്നത് ഇത്രയും കൊടുത്താൽ പോരാ. കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് എയറേറ്റഡ് ഗ്രിഡ് ചേംബറിലോട്ട് ഒരു ഇൻലെറ്റ് കയറി വരണം, പിന്നെ അതിൽ നിന്ന് പോകണം അല്ലേ. അതിനുള്ള ഒരു സ്പേസ് കൂടെ കൊടുക്കണമല്ലോ. അപ്പം ടോട്ടൽ ലെന്തിൻ്റെ കൂടെ ഒരു 20% കൂടെ എക്സ്ട്രാ ആഡ് ചെയ്യുവാണെങ്കിൽ 10% 10 എന്ന് പറഞ്ഞിട്ട് അപ്പുറം ഇപ്പുറം നമുക്ക് ആ ഒരു പെർസെൻറ്റേജ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇൻലെറ്റും ഔട്ട്ലെറ്റ് കണ്ടീഷൻസിനും കൂടെ ഉള്ള ലെന്ത് ആകും. ഓക്കെ, അങ്ങനെ 7.5 കൂടെ ഇൻറ്റു 1.2 കൂടെ ചെയ്തു 20% ചെയ്തപ്പം മൊത്തത്തിൽ 9 meter എന്ന് കിട്ടി. ഓക്കെ, അപ്പം ഹെൻസ് യൂസ് 2 chambers ഈച്ച് ഓഫ് സൈസ് 9 meter by 6 meter by 3 meter. ഓക്കെ, ഇതാണ് നമ്മുടെ ഡയമെൻഷൻസ്. ഓക്കെ, അതേപോലെ തന്നെ നമുക്ക് എയറേറ്റഡ് ഗ്രിഡ് ചേംബർ ആയതുകൊണ്ട് അതിനകത്ത് എയർ സപ്ലൈ റിക്വയർമെന്റ് ഉണ്ടല്ലേ. എയർ നമ്മൾ സപ്ലൈ ചെയ്യുമല്ലോ എയറേറ്റഡ് ഗ്രിഡ് ചേംബറിനകത്ത്, നമ്മൾ പഠിച്ചാലോ. അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മൾ അസ്യൂം ചെയ്തു, ഇതും അസ്യൂം ചെയ്യേണ്ട കാര്യമാണ്. അസ്യൂം ദാറ്റ് 0.3 എന്നാണ് കേട്ടോ, 0.3 meter cube per minute per meter length may be adequate. ഇപ്പം നമ്മൾ അസ്യൂം ചെയ്ത് എന്താണെന്ന് വെച്ചാൽ 1 meter ലെന്തിൽ
ഒരു മിനിറ്റിൽ 0.3 മീറ്റർ ക്യൂബ് എയർ സപ്ലൈ മതി എന്ന് നമ്മൾ അസ്യൂം ചെയ്തു. ഓക്കെ, ആ ഒരു ടാങ്കിനുള്ളിൽ. അങ്ങനെയാണെങ്കിൽ therefore എയർ റിക്വയർഡ് എന്ന് പറയുന്നത് 0.03 ആട്ടോ. 0.03 ഇൻറ്റു മൊത്തത്തിലുള്ള ലെന്ത് എത്രയാണ്? 9 മീറ്റർ അല്ലേ. 0.03 ഇൻറ്റു 9 ചെയ്യുമ്പം 0.27 മീറ്റർ ക്യൂബ് പെർ മിനിറ്റ് വേണ്ടി വരും 9 മീറ്റർ ലെന്തിൽ എയർ സപ്ലൈ ചെയ്യണമെങ്കിൽ. അപ്പം നമുക്ക് ആ ഒരു വാല്യൂ കൂടി കിട്ടി. നമ്മുടെ ടോട്ടൽ ലെന്തിൽ എന്തുമാത്രം എയർ റിക്വയർഡ് ആണെന്ന് ഉള്ളതും കിട്ടി. ഇനി അതേപോലെ തന്നെ വോളിയം ഓഫ് ഗ്രിറ്റ് പ്രൊഡ്യൂസ്ഡ് ഡെയിലി. ഓക്കെ, അതും നമുക്ക് കണ്ടുപിടിക്കാം. ഡിസൈനിന്റെ കേസിൽ അതും കൂടെ നമ്മളിവിടെ കണ്ടുപിടിക്കുക. കാര്യം എന്താണെന്ന് വെച്ചാൽ സാധാ ഒരു ഗ്രിഡ് ചേമ്പർ ഡിസൈൻ ചെയ്യാൻ പറയുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഡയമെൻഷൻസ് മാത്രം കിട്ടിയാൽ മതി. ഇവിടെ ഒരു എയറേറ്റഡും കൂടെ ആയതുകൊണ്ടാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പം വോളിയം ഓഫ് ഗ്രിഡ് പ്രൊഡ്യൂസ്ഡ് ഡെയിലി എന്ന് പറയുന്നത് assume that 50 meter cube per million cubic meter of sewage of grit is produced by the incoming sewage. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അപ്പോൾ നമ്മൾ അസ്യൂം ചെയ്ത് എന്താണെന്ന് വെച്ചാൽ വരുന്ന സീവേജിൽ നിന്ന് 50 മീറ്റർ ക്യൂബ് ഓഫ് ഗ്രിഡ്സ് ഉണ്ടാവുന്നുണ്ടെന്ന് വെച്ചാൽ 1 മില്യൺ ക്യൂബിക് മീറ്റർ ഓഫ് സീവേജ് എടുത്താൽ അതിൽ 50 മീറ്റർ ക്യൂബ് ഗ്രിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഗ്രിറ്റ് ചേമ്പറിനകത്ത് അത്രയും ഗ്രിറ്റ് അടിയുന്നുണ്ടെന്നുള്ളത് നമ്മൾ അസ്യൂം ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഡെയിലി ഈ ഒരു കേസിൽ എന്തുമാത്രം ഉണ്ടാവും എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇവിടുത്തെ പീക്ക് ഫ്ലോ റേറ്റ് നമുക്കറിയാം 1.5 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ്. അത് സെക്കൻഡിലായതുകൊണ്ട് നമുക്കതിനെ പെർ ഡേ വേണം. അതുകൊണ്ട് നമ്മൾ ഇൻറ്റു 24 ഇൻറ്റു 60 ചെയ്തു. അതേ മൾട്ടിപ്ലൈഡ് ബൈ എന്ത് ചെയ്യണം? 50 മീറ്റർ ക്യൂബ് പെർ മില്യൺ എന്നാണ് അല്ലേ. അതാണ് 50 ഡിവൈഡ് ബൈ 10⁶ ചെയ്തത്. അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പെർ ഡേ നമ്മുടെ കേസിൽ 6.48 മീറ്റർ ക്യൂബ് ഉണ്ടാവും നമ്മുടെ ഇവിടുത്തെ പീക്ക് ഫ്ലോ റേറ്റ് അനുസരിച്ച്. അപ്പം അതൊരു വോളിയം ഓഫ് ഗ്രിഡ് പ്രൊഡ്യൂസ്ഡ് ഡെയിലി ആണ്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡിസൈൻ ഓഫ് ആൻ എയറേറ്റഡ് ഗ്രിഡ് ചേമ്പർ പറയുമ്പം കാൽക്കുലേറ്റ് അല്ലെങ്കിൽ ഡിസൈൻ ചെയ്ത് വെക്കേണ്ടത്. ഓക്കെ, പിന്നെ നോട്ടായിട്ട് ജസ്റ്റ് എഴുതിക്കുന്നത് ദ ഗ്രിഡ് ഹാൻഡ്ലിംഗ് ഫെസിലിറ്റീസ് മസ്റ്റ് ബി ബേസ്ഡ് ഓൺ സസ്റ്റെയിൻഡ് പീക്ക് ഫ്ലോ റേറ്റ്. Hence, the arrangement for removal of grit at 6.48 meter cube per day must be provided. എന്ന് വെച്ചാൽ ഗ്രിഡ് ഹാൻഡ്ലിംഗ് ഫെസിലിറ്റി എന്ന് പറയുന്നത് എപ്പോഴും അവിടെ പീക്ക് ഫ്ലോ വരുമ്പോൾ കിട്ടുന്ന ഒളി ഉണ്ടാകാൻ ചാൻസ് ഉള്ള ഗ്രിറ്റിനെ താങ്ങാൻ പറ്റുന്ന രീതിയിലായിരിക്കണം. അപ്പം ഈ ഒരു കേസിൽ അത് 6.48. കാര്യം നമ്മൾ പീക്ക് ഫ്ലോ റേറ്റ് വെച്ചിട്ടാണല്ലോ മൾട്ടിപ്ലൈ ചെയ്താൽ, അത് ആവറേജ് റേറ്റ് വെച്ചിട്ടല്ലല്ലോ. അത് എടുത്ത് പറഞ്ഞതേ ഉള്ളൂ. ഡയമെൻഷൻസ് കണ്ടുപിടിക്കുക, എയർ സപ്ലൈ റിക്വയർമെന്റ് അസ്യൂം ചെയ്തിട്ട് നമ്മുടെ ഇവിടുത്തെ ലെന്തുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. പിന്നെ വോളിയം ഓഫ് ഗ്രിഡ് ചേമ്പർ ഗ്രിഡ് പ്രൊഡ്യൂസ്ഡ് എന്ന് പറയുന്നത് ഇത് അസ്യൂം ചെയ്തിട്ട് അതേ ഇൻറ്റു പീക്ക് ഫ്ലോ റേറ്റ് ചെയ്താൽ മതി. യൂണിറ്റ് ആയി കൺവേർട്ട് ചെയ്യണം, അത്രേ ഉള്ളൂ. ഓക്കെ, അതേപോലെ തന്നെ ഒരു ഡിസൈനാണ് ഡിസൈൻ എ സ്യൂട്ടബിൾ ഗ്രിഡ് ചേമ്പർ കം ഡെട്രിറ്റസ് ടാങ്ക്. ഇപ്പം രണ്ടും കൂടെ ഉള്ള ഒരു ടാങ്കാണ്. ഫോർ എ സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് ഗെറ്റിംഗ് എ ഡ്രൈ വെതർ ഫ്ലോ ഫ്രം എ സെപ്പറേറ്റ് സീവറേജ് സിസ്റ്റം അറ്റ് 400 ലിറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, അപ്പോൾ അവിടുത്തെ ഡ്രൈ വെതർ ഫ്ലോ തന്നിട്ടുണ്ട്. അസ്യൂം ദി ഫ്ലോ വെലോസിറ്റി ത്രൂ ദി ടാങ്ക് ആസ് 0.2 മീറ്റർ പെർ സെക്കൻഡ് ആൻഡ് ഡിറ്റൻഷൻ പീരിയഡ് ഓഫ് 2 minutes. The maximum flow may be assumed to be 3 times of dry weather flow. ഓക്കെ, ഡിറ്റൻഷൻ ടൈമും വെലോസിറ്റിയും തന്നിട്ടുണ്ട്. പിന്നെ മാക്സിമം ഫ്ലോ എന്ന് പറയുന്നത് ഡ്രൈ വെതർ ഫ്ലോ ഇൻറ്റു 3 ആണെന്നും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് വെലോസിറ്റിയും ടൈമും ഉണ്ട്. അപ്പം നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ലെന്ത് ഓഫ് ദി ടാങ്ക് കണ്ടുപിടിക്കാം അല്ലേ. 0.2 ഇൻറ്റു 2 ഇൻറ്റു 60 എന്ന് വെച്ചാൽ സെക്കൻഡ് മാറ്റിയതാണ്. അപ്പോൾ 24 മീറ്റർ എന്ന് കിട്ടും, ലെന്ത് കിട്ടി. പിന്നെ പറഞ്ഞിട്ടുണ്ട് സിൻസ് ദി പീക്ക് ഫ്ലോ ഈസ് 3 times ദി ഡ്രൈ വെതർ ഫ്ലോ ലെറ്റ് us പ്രൊവൈഡ് 3 detritus ടാങ്ക് ഈച്ച് ഡിസൈൻ ഫോർ പാസിംഗ് ഡ്രൈ വെതർ ഫ്ലോ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഡ്രൈ വെതർ ഫ്ലോ ഇൻ മൾട്ടിപ്ലൈഡ് ബൈ 3 ആണ് എന്താണ് അവിടുത്തെ പീക്ക് ഫ്ലോ എന്ന് പറയുന്നത്. അപ്പം അതിനനുസരിച്ചുള്ള ഒരു ടാങ്ക് വേണമല്ലോ. അപ്പം നമ്മളങ്ങ് അസ്യൂം ചെയ്തു. അങ്ങനെയാണെങ്കിൽ 3 ടാങ്കുകൾ കൂടുന്നതാകട്ടെ എന്ന് നിങ്ങൾ അസ്യൂം ചെയ്തു. അങ്ങനെയാണെങ്കിൽ therefore the discharge passing through each tank, അപ്പോൾ ഓരോ ടാങ്കിൽ കൂടെ പാസ് ചെയ്യുന്ന ഡിസ്ചാർജ് എന്ന് പറയുന്നത് എത്രയാണ്? 400 ലിറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ നമ്മളതിനെ മീറ്റർ ക്യൂബ് പെർ സെക്കൻഡിലോട്ട് കൺവേർട്ട് ചെയ്തു, ഡിവൈഡ് ബൈ 1000 ചെയ്തിട്ട്. അങ്ങനെയാണെങ്കിൽ therefore ക്രോസ് സെക്ഷൻ ഏരിയ എന്ന് പറയുന്നത് ഏരിയ എത്രയായിരിക്കും? ഡിസ്ചാർജ് ബൈ വെലോസിറ്റി ആണ് അല്ലേ. 0.4 ഡിവൈഡഡ് ബൈ വെലോസിറ്റി എത്രയാണ്? 0.2 മീറ്റർ സ്ക്വയർ എന്ന് നമുക്ക് ഏരിയ കിട്ടി. ഇനി എന്താണ്? നമുക്ക് ഏതെങ്കിലും ഒരു ഡയമെൻഷൻ അസ്യൂം ചെയ്യണം. അപ്പം നമ്മളിവിടെ വാട്ടർ ഡെപ്ത് അസ്യൂം ചെയ്തു. സാധാ ഗ്രിഡ് ചേമ്പറിനൊക്കെ ഡെപ്ത് വരേണ്ടത് സാധാരണ എത്രയാണ്? 1 തൊട്ട് 3 ഇടയ്ക്കാണ്. അപ്പോൾ നമ്മൾ 1.2 മീറ്റർ എടുത്തു. ഓക്കെ, വി ഹാവ് ദി അങ്ങനെയാണെങ്കിൽ വിത്ത് കണ്ടുപിടിക്കാമല്ലോ. ഏരിയ ഡിവൈഡ് ബൈ ഡെപ്ത് ചെയ്താൽ 2 ബൈ 1.2 ചെയ്യുമ്പം അതനുസരിച്ചുള്ള 1.7 മീറ്റർ എന്ന് നമുക്ക്
എന്ത് കിട്ടും? വിട്ട് കിട്ടി. ഇനിയും ഹെൻസ് യൂസ് എ ഡെറ്റേറ്റസ് ടാങ്ക് വിത്ത്, അപ്പം നമ്മൾ ലെന്ത് കണ്ടുപിടിച്ച് 24 മീറ്റർ ബൈ 1.7 മീറ്റർ ബൈ അസ്യൂം ചെയ്ത ഡെപ്ത് 1.2 മീറ്റർ സൈസ്. അപ്പോൾ അതെല്ലാം കൂടെ ഒന്ന് ഫിഗറിൽ കാണിച്ചിരിക്കുന്നതേ ഉള്ളൂ. 3 ടാങ്ക് ഇങ്ങനെ വരച്ചു. ഓക്കെ, അതിലെ ഡെപ്ത് എന്ന് പറഞ്ഞിട്ട് കാണിച്ചിരിക്കുന്നതാണ് ഇത്. കാര്യം വാട്ടറിൻ്റെ ഡെപ്ത്. ഇതിൽ മേലോട്ടുള്ള ഫ്രീ ബോർഡ് നമ്മൾ എക്സ്ട്രാ കൊടുക്കുന്നതാണ്. അതേപോലെ തന്നെ താഴോട്ടൊരു സ്ലോപ്പ് കൊടുക്കണം. കാര്യം ഇങ്ങനെ സെറ്റിൽ ആകാനുള്ളതല്ല. അപ്പോൾ സെറ്റിൽ ആകണമെങ്കിൽ ഇങ്ങനെ ഒരു ഷേപ്പ് കൊടുത്താലാണ് പെട്ടെന്ന് സെറ്റിൽ ആകുന്നത്. ഓക്കെ, പിന്നെ വിഡ്ത്ത് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചത് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ലെന്ത് എന്ന് പറയുന്നത് അങ്ങോട്ടാണ് കേട്ടോ. മീൻസ് ഇവിടുന്ന് ഇതിപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു സൈഡ് അല്ലെങ്കിൽ ഒരു സൈഡിൽ നിന്നുള്ള ഒരു വ്യൂ ആണ് കാണിക്കുന്നത്. അങ്ങോട്ട് കൊടുക്കുമ്പോഴാണ് അതിൻ്റെ ലെന്ത് കാണിക്കുന്നത്. അപ്പോൾ ലെന്ത് ഇവിടെ എത്രയാണ്? 24 മീറ്റർ എന്നുള്ളത് ഇവിടെ കാണിക്കാൻ പറ്റുന്നില്ല. ഓക്കെ, ഈ ഫിഗറിൽ കാണിക്കാനത് പറ്റത്തില്ല. അങ്ങോട്ടുള്ളൊരു ലെന്താണ് വേണ്ടത്. നിങ്ങളത് അസ്യൂം ചെയ്യണം. ഓക്കെ, അപ്പം നമ്മൾ ഇനി ഫ്രീ ബോർഡ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് കാര്യം കൂടെ നമ്മൾ എക്സ്ട്രാ പറയണം. അറ്റ് ദി ടോപ്പ് എ ഫ്രീ ബോർഡ് ഓഫ് 0.3 മീറ്റർ മേ ബി പ്രൊവൈഡഡ് ആൻഡ് അറ്റ് ദി ബോട്ടം എ ഡെപ്ത് ഓഫ് 0.5 മീറ്റർ. ഓക്കെ, ഫ്രീ ബോർഡ് ഒരു 0.3 മീറ്റർ കൊടുക്കണം. അത് സാധാരണ അങ്ങനെയാണ്. ഗ്രിഡ് ചേമ്പറിൽ ഇത്രയാണ് കൊടുക്കുന്നത്. അപ്പോൾ ഈ വാല്യൂ ഒക്കെ ഒന്ന് പഠിച്ചു വെച്ചാൽ മതി. 0.3 മീറ്റർ ഫ്രീ ബോർഡ് കൊടുത്തു. അതേപോലെ തന്നെ താഴെ ഡെട്രിറ്റസ് കളക്ട് ചെയ്യാൻ വേണ്ടി ഒരു 0.45 മീറ്ററിലൂടെ എക്സ്ട്രാ കൊടുത്തു. അതാണ് ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്. ദസ് ദ ഓവറോൾ ഡെപ്ത്, മൊത്തത്തിൽ എത്ര ഡെപ്ത് ആവും? 0.3 പ്ലസ് 1.2 പ്ലസ് 0.5 1.95 എന്ന് എഴുതി. ദ ടാങ്ക് വിൽ ബി 1.7 മീറ്റർ വൈഡ് അപ് ടു 1.5 മീറ്റർ ഡെപ്ത്. അതേപോലെ തന്നെ 1.95 കേട്ടോ, 1.95 മീറ്റർ ഡെപ്ത് ആൻഡ് ദി സൈഡ് വിത്ത് സ്ലോപ്പ് ഡൗൺ ടു ഫോം ആൻ ഇലോങ്ങേറ്റഡ് ട്രഫ്. അങ്ങനെ ഒരു ഷേപ്പ് വരാൻ വേണ്ടി സ്ലോപ്പ് കൊടുത്തു. 24 മീറ്റർ ലെന്ത്, 0.8 മീറ്റർ വിത്ത് അറ്റ് ദി ബോട്ടം, പിന്നെ ചെറിയൊരു റൗണ്ട് കോർണർ. അതാണ് ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത്. സ്ലോപ്പ് നമ്മൾ കൊടുക്കുന്നത് 1:1 സ്ലോപ്പ് ആയിരിക്കും കൊടുക്കുന്നത്. ഓക്കെ, ഇങ്ങനെ ഒരു ഫിഗറും കൂടെ എപ്പോഴും ഡിസൈൻ ചെയ്യാൻ ചോദിക്കുമ്പോൾ ഒരു ഫിഗറും കൂടെ വരച്ചിട്ട് കിട്ടിയ വാല്യൂസ് ഒക്കെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, അപ്പം ഇങ്ങനത്തെ പ്രോബ്ലം ഒക്കെ വരുമ്പോൾ കൂടുതലും കുറേ കാര്യങ്ങൾ നമ്മൾ അസ്യൂം ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പം ഈ ഒരു കേസിൽ ഡിറ്റൻഷൻ ടൈം ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു. ഡിറ്റൻഷൻ ടൈം തരണം എന്നില്ല. വേണമെങ്കിൽ ജസ്റ്റ് ഈ ഒരു 400 ലിറ്റർ പെർ സെക്കൻഡ് എന്ന് മാത്രമേ വേണമെങ്കിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം. ബാക്കിയൊക്കെ വേണമെങ്കിൽ നമുക്ക് അസ്യൂം ചെയ്യാം. ഈ ഫ്ലോ ത്രൂ വെലോസിറ്റി ഒക്കെ അതിന് ഡിസൈൻ പറയുമ്പോൾ ടെക്സ്റ്റ് ബുക്കിലോ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ നോട്ടിനകത്തോ പറയുന്നുണ്ടായിരിക്കും ഒരു മിനിമം ഇത്രയെങ്കിലും വെലോസിറ്റി വേണം എന്നുള്ളത്. അപ്പോൾ ഈ ഒരു കേസിൽ 0.2 മീറ്റർ പെർ സെക്കൻഡ് എടുത്തു. അപ്പം കുറേ പ്രോബ്ലംസ് നോക്കി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കണം ഏത് വാല്യൂ ആണ്, ഏത് ക്വസ്റ്റ്യൻ ഏത് വാല്യൂ ആണ് അസ്യൂം ചെയ്യാൻ നമുക്ക് ഫെമിലറൈസ് ആവും. ഓക്കെ, അപ്പോൾ പ്രോബ്ലംസ് കുറേ സോൾവ് ചെയ്ത് നോക്കും. ഓക്കെ, അതേപോലെ തന്നെ ഫ്രീ ബോർഡ് എത്ര എടുക്കണം, താഴത്തെ ആ ഒരു സ്ലഡ്ജ് അല്ലെങ്കിൽ ഡെട്രിറ്റസ് കളക്ട് ചെയ്യണമെങ്കിൽ അതിനുള്ള ഡെപ്ത് എന്ന് മാത്രം കൊടുക്കണം എന്നുള്ളതും, ഡെപ്ത് അല്ലാതെ ഡെപ്ത് എത്ര അസ്യൂം ചെയ്യാം എന്നുള്ളതൊക്കെ ക്വസ്റ്റ്യൻസ് നോക്കിയിട്ട് ഓരോ ടാങ്കിനും അത് വ്യത്യാസം വരും. ഇത്രയും തൊട്ട് ഇത്രയും വരെ എടുക്കാം എന്നൊക്കെ ഡിസൈൻ ചെയ്യുന്നതിന് മുന്നേ പറയും. ഓക്കെ, അപ്പോൾ ആ വാല്യൂസ് ഒക്കെ പഠിക്കണം. ഡിറ്റൻഷൻ ടൈം എല്ലാം പഠിക്കണം. എല്ലാത്തിൻ്റെയും ഓരോ ടാങ്കിൻ്റെ ഡിറ്റൻഷൻ ടൈമിന് വ്യത്യാസമുണ്ട്. അതനുസരിച്ച് പഠിക്കണം. സെറ്റിലിംഗ് ടാങ്ക് ഒക്കെ ആകുമ്പോൾ 24 hours ഒക്കെ ആയിരിക്കും ഡിറ്റൻഷൻ ടൈം കൊടുക്കുന്നത്. ഇപ്പോൾ ഈ ഒരു കേസിൽ അത് ജസ്റ്റ് 2-3 മിനിറ്റേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അതൊക്കെ പഠിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നമ്മുടെ BOD ആ ഒരു സൈഡിൽ നിന്നാണ്. നമ്മളിങ്ങനെ ഒരു ഇക്വേഷനൊക്കെ പഠിച്ചിരുന്നു, BOD ഓഫ് ഡൈല്യൂട്ടഡ് മിക്സ്ചർ എന്നൊക്കെ പറഞ്ഞ്. ആ ഇക്വേഷൻ വെച്ചിട്ടുള്ള പ്രോബ്ലം ആണ്. The sewage of a town is to be discharged into a river stream. The quantity of sewage produced per day is 8 million liters. ഓക്കെ, അപ്പോൾ ഒരു ടൗണിലെ സീവേജ് റിവറിലോട്ട് ഡിസ്ചാർജ് ചെയ്യണം. പിന്നെ പറഞ്ഞിരുന്ന കാര്യം സീവേജിൻ്റെ ക്വാണ്ടിറ്റിയാണ് 8 million liters ഓരോ ദിവസം. ആൻഡ് ഇറ്റ്സ് BOD ആണ് 250 milligram per liter. അങ്ങനെയാണെങ്കിൽ ഇഫ് ദി ഡിസ്ചാർജ് ഇൻ ദി റിവർ ഈസ് 200 ലിറ്റർ പെർ സെക്കൻഡ്, റിവറിൻ്റെ ഡിസ്ചാർജ് 200 ലിറ്റർ പെർ സെക്കൻഡും BODയുടെ വാല്യൂ, റിവറിനുള്ളിലെ BODയുടെ വാല്യൂ 6 milligram per liter ആണെങ്കിൽ ഫൈൻഡ് ഔട്ട് ദി BOD ഓഫ് ദി ഡൈലൂട്ടഡ് വാട്ടർ. എന്ന് വെച്ചാൽ ഡൈലൂട്ടായ ആ ഒരു മിക്സ്ചറിന്റെ BOD കണ്ടുപിടിക്കാനാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പം നമുക്ക് സീവേജിന്റെ ഡിസ്ചാർജ് എത്രയാ, QS എത്രയാണ് തന്നിരിക്കുന്നത്? 8 million liters അല്ലേ. അപ്പം നമുക്ക് അതിനെ ലിറ്റർ പെർ സെക്കൻഡ് ആക്കണം. ഇത് പെർ ഡേ ആണ്. അപ്പം 8 × 10⁻⁶ മില്യൺ അതിനെ ലിറ്റർ ആക്കിയതാണ്. ഡിവൈഡഡ് ബൈ 24 × 60/60 ചെയ്യുമ്പം അത്രയും ലിറ്റർ പെർ സെക്കൻഡ് നീട്ടി. ഓക്കെ, അപ്പോൾ QS ഉണ്ട്, ബാക്കി QR ക്വസ്റ്റ്യൻ ഉണ്ട്, CS തന്നിട്ടുണ്ട്, CR ഉണ്ട്. ഇതെല്ലാം BOD ഓഫ് സീവേജും റിവറും ആണ്, CS-ഉം CR എന്നൊക്കെ പറയുന്നത്. ഇനി നമ്മുടെ ഇക്വേഷൻ എഴുതുക. ഡൈലൂട്ടഡ് മിക്സ്ചർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ C = എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഇക്വേഷൻ എഴുതി. ഇതിലെന്താണ് എല്ലാ വാല്യൂസും ഉണ്ട്, എല്ലാ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അത്രയും milligram per liter ആയിരിക്കും നമ്മുടെ BOD ഓഫ് ദി ഡൈലൂട്ടഡ് മിക്സ്ചർ.
ഓക്കെ, അടുത്ത പ്രോബ്ലം ഇതിന്റെ ബാക്കി തന്നെയാണ്. ഇൻ ദി എബോവ് എക്സാമ്പിൾ വാട്ട് ഷുഡ് ബി ദി റിവർ ഡിസ്ചാർജ് എന്ന് വെച്ചാൽ QR വാല്യൂ എത്ര ആയിരിക്കണം എന്നാണ്. ഇഫ് ഇറ്റ് ഈസ് ഡിസൈഡ് ടു റെഡ്യൂസ് ദി BOD ഓഫ് ദി ഡൈലൂട്ടഡ് വാട്ടർ ടു 20 mg/L എന്ന് വെച്ചാൽ ഈ സിയുടെ വാല്യൂ BOD ഓഫ് ദി ഡൈലൂട്ടഡ് മിക്സറിന്റെ വാല്യൂ സിയുടെ വാല്യൂ തന്നിട്ടുണ്ട് 20 mg/L ആകണമെങ്കിൽ അപ്പം വേണ്ട QR വാല്യൂ കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. അപ്പം ആ ഇക്വേഷൻ അതൊരു 20 = എന്ന് പറഞ്ഞിട്ട് എഴുതുക. ബാക്കി അവിടെ അൺനോൺ എന്ന് പറയുന്നത് QR മാത്രമായിരിക്കും. അത് സോൾവ് ചെയ്തെടുക്കാമല്ലോ. അത് 1521 L/s എന്ന് കിട്ടും. അത് നിങ്ങൾ ചെയ്ത് നോക്കണേ. കാൽക്കുലേഷൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് നോക്കണം, ചെയ്ത് നോക്കണം കാൽക്കുലേറ്ററിൽ. ഓക്കെ, അപ്പം ഇങ്ങനെയും ക്വസ്റ്റ്യൻസ് വരും. അടുത്തത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലാന്ന് തോന്നുന്നു സ്റ്റീഫൻ ഫെൽപ്സ് ഇക്വേഷൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയായിരുന്നു അല്ലെ. ഇക്വേഷൻ എന്താന്നുള്ളത് അത് ജസ്റ്റ് ഒന്ന് പഠിക്കണം എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഇൻ കേസ് അതിന്റെ പ്രോബ്ലം ചോദിച്ചാൽ കാര്യം സിലബസിൽ എടുത്ത് പറയുന്നുണ്ടല്ലോ. അപ്പൊ പിന്നെ എന്തെങ്കിലും പ്രോബ്ലം എങ്കിലും ചോദിക്കും. അപ്പൊ അത് ചോദിച്ചാൽ എഴുതണമെങ്കിൽ ഈ ഒരു പ്രോബ്ലം എങ്കിലും ഒന്ന് പഠിച്ചു വെക്കുക. ഓക്കെ, എ സിറ്റി ഡിസ്ചാർജസ് 1000 cumecs ഓഫ് സീവേജ് ഇൻ ടു എ റിവർ. ഓക്കെ, 1000 cumecs QS തന്നിട്ടുണ്ട്, വിച്ച് ഈസ് ഫുള്ളി സാച്ചുറേറ്റഡ് വിത്ത് ഓക്സിജൻ ആൻഡ് ഫ്ലോയിങ് അറ്റ് ദി റേറ്റ് ഓഫ് 1500 cumecs. അപ്പൊ അത് റിവറിലോട്ട് വിട്ടു. ആ റിവറിന്റെ കാര്യമാണ് പറയുന്നത്. അതിന്റെ ഫ്ലോ റേറ്റ് 1500 cumecs ആണ്. അതിനകത്ത് ഫുൾ ഓക്സിജൻ ആണെന്നും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഡ്യൂറിങ് ഇറ്റ്സ് ലീൻ ഡേയ്സ് വിത്ത് എ വെലോസിറ്റി തന്നിട്ടുണ്ട് ആ റിവറിന്റെ. ദ 5-day BOD ഓഫ് സീവേജ് അറ്റ് ദി ഗിവൺ ടെമ്പറേച്ചർ ഇസ് 280 mg/L. 5-day BOD ആ സീവേജിന്റെ തന്നിട്ടുണ്ട്. ഫൈൻഡ് when and where the critical DO deficit will occur in the downstream portion of the river. എപ്പോഴാണെന്നും എവിടെ വെച്ചാണെന്നും എന്താണ് ക്രിട്ടിക്കൽ DO ഡെഫിസിറ്റ് ഉണ്ടാകുന്നത് എന്നുള്ളത് കണ്ടുപിടിക്കണം. അതേപോലെ തന്നെ വാട്ട് ഈസ് ഇറ്റ്സ് എമൗണ്ട്, അതിന്റെ എമൗണ്ട് എന്തുമാത്രം ആണ് ഡെഫിസിറ്റ് ഉണ്ടാകുന്നത്, ആ എമൗണ്ടും കണ്ടുപിടിക്കണം. പിന്നെ അസ്യൂം ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് കോഎഫിഷ്യന്റ് ഓഫ് പ്യൂരിഫിക്കേഷൻ ഓഫ് സ്ട്രീം എഫ് KR/KD എന്ന് പറഞ്ഞില്ലേ, അത് എഫിന്റെ വാല്യൂ 4 എന്നുള്ളതും കോഎഫിഷ്യന്റ് ഓഫ് ഡീഓക്സിജനേഷൻ KD വാല്യൂ 0.1 എടുത്തോളാൻ അവർ പറഞ്ഞിരിക്കുന്നു, അസ്യൂം ചെയ്യാൻ പറഞ്ഞിരിക്കുന്നു. ഓക്കെ, അപ്പൊ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? DO ഡെഫിസിറ്റ് DC TCയുടെ വാല്യൂ ഒക്കെയാണ് കണ്ടുപിടിക്കേണ്ടത്. പിന്നെ അതിന്റെ ലെന്തും എത്ര മാറിയിട്ടാണെന്നുള്ളതും കണ്ടുപിടിക്കണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇനീഷ്യൽ DO എന്ന് പറയുന്നത് റിവറിനുള്ളിലെ ഇനീഷ്യൽ DO എന്ന് പറയുന്നത് ക്വസ്റ്റിന് പറഞ്ഞിട്ടുണ്ട്, അത് സാച്ചുറേഷൻ DO അല്ലെങ്കിൽ സാച്ചുറേറ്റഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഏറ്റവും നല്ല കേസിൽ ഒരു റിവറിൽ വേണ്ടത് എപ്പോഴും 4 mg/L മേളിലെ എപ്പോഴും എന്താണ് ഓക്സിജൻ എമൗണ്ട് വേണം എന്നാണ്. അപ്പം നമ്മളിവിടെ അസ്യൂം ചെയ്തു 9.2 mg/L എന്ന് അങ്ങ് അസ്യൂം ചെയ്തു. ഇനി അങ്ങനെയാണെങ്കിൽ DOയുടെ വാല്യൂ ഉണ്ടെങ്കിൽ നമുക്ക് DO ഓഫ് ദി മിക്സ് എന്ന് വെച്ചാൽ ആ മിക്സ് ചെയ്ത സീവേജും റിവറോട് മിക്സ് ആയി കഴിയുമ്പോൾ ഉള്ള DOയുടെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. അതിന് നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞ ഇക്വേഷൻ ഇല്ലേ, അതേ ഇക്വേഷൻ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. റിവറിന്റെ DOയുടെ വാല്യൂ 9.2 ഇൻറ്റു അതിന്റെ ഡിസ്ചാർജ് വാല്യൂ ഇൻറ്റു 1500 പ്ലസ് 0 ഇൻറ്റു ഇവിടുത്തെ 100. ഈ 0 വന്ന എങ്ങനെയാണ്? സീവേജിനുള്ളിൽ DO കാണുമോ? മിക്കവാറും കാണത്തില്ല. അത് നമ്മൾ അസ്യൂം ചെയ്താണ്. അസ്യൂമിങ് ദാറ്റ് DO ഓഫ് ദി സീവേജ് ഇസ് നിൽ എന്ന് വെച്ചാൽ 0 ആണെന്ന് അസ്യൂം ചെയ്തു. അപ്പൊ ഇൻറ്റു 0 വന്നത് ഡിവൈഡ് ബൈ 1500 ഇൻറ്റു അല്ല കേട്ടോ, പ്ലസ് ആണ്. 1500 പ്ലസ് ഈ 100 നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞ ഇക്വേഷൻ തന്നെ. ഓക്കെ, അത് ചെയ്ത് നമുക്ക് 8.62 mg/L എന്ന് കിട്ടും. എന്ത്? ആ ഒരു മിക്സറിന്റെ DOയുടെ വാല്യൂ. ഓക്കെ, ഇനി ഇനീഷ്യൽ DO ഡെഫിസിറ്റ് ഓഫ് ദി സ്ട്രീം. അങ്ങനെയാണെങ്കിൽ സ്ട്രീമിൽ ഉണ്ടായ ഡെഫിസിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? ഇനീഷ്യൽ DO D⁻O എന്ന് പറയുന്നത് ശരിക്കും നമ്മൾ അതിനകത്ത് 9.2 ഉണ്ടെന്ന് അസ്യൂം ചെയ്തത്. 9.2 മൈനസ് ഈ വാല്യൂ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത്രയാണ് അവിടെ ഡെഫിസിറ്റ്, ഇത്രയാണ് അവിടെ കുറഞ്ഞത്. ഓക്കെ, അതേപോലെ തന്നെ നമുക്ക് ഓൾസോ 5-day BOD ഓഫ് ദി മിക്സർ. 5-day BODയുടെ ആ മിക്സറിന്റെ 5-day BODയും കാണും. അതിന് നമ്മുടെ ഇക്വേഷൻ സെയിം തന്നെ, C = CS × QS പ്ലസ് CR × QR, അതേ ഇക്വേഷൻ. അതിൽ സീവേജിന്റെ എന്താണ് BODയുടെ വാല്യൂ വന്നിട്ടുണ്ട് 280 ഇൻറ്റു അതിന്റെ കറസ്പോണ്ടിങ് സീവേജിന്റെ ഡിസ്ചാർജ് റേറ്റ് പ്ലസ് നമ്മൾ അസ്യൂം ചെയ്യുവാണ് റിവറിനുള്ളിൽ BOD ഒന്നും ഇല്ല, സ്ട്രീമിനുള്ളിൽ BOD ഒന്നും ഇല്ല, 0 നമ്മൾ അസ്യൂം ചെയ്തു. അപ്പോൾ 0 ഇൻറ്റു 1500 ഡിവൈഡ് ബൈ 100 പ്ലസ് 1500. അത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് 17.5 mg/L എന്ന് കിട്ടും. എന്ത്? 5-day BOD ഓഫ് ദി മിക്സറിന്റെ ആ ഒരു രണ്ടുകൂടെ മിക്സ് ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ ഉള്ള 5-day BOD കിട്ടി. കാൽക്കുലേറ്റഡ് ചെയ്ത് തിയററ്റിക്കലി നമുക്ക് കിട്ടി. ഓക്കെ, അപ്പം നമുക്ക് കിട്ടിയ കാര്യമാണ് 5-day BOD ഓഫ് ദി മിക്സ് എന്ന് പറയുന്നത് Y5 എന്ന് എഴുതാലോ അല്ലേ. നമ്മൾ ആ BODയെ പറ്റി ആദ്യമേ പഠിച്ചല്ലോ, അതിനെ Y5 എന്ന് എഴുതി. അത് കിട്ടിയത് ഇപ്പോൾ എഴുതി. അങ്ങനെയാണെങ്കിൽ Y5 കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് ഇത്. ഓക്കെ, ഇത് ഓർക്കുന്നുണ്ടല്ലോ.
ഈ ഇക്വേഷനകത്ത് കെ ഡിയുടെ വാല്യൂ ആണ് അസ്യൂം ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് 0.1 എന്നുള്ളത്. അത് നമുക്ക് അസ്യൂം ചെയ്യാം. പിന്നെ കെ ഡി ഇൻറ്റു ടി എന്നാണ്, ഇവിടുത്തെ 5 ഡേ ആയതുകൊണ്ട് ടിയുടെ പകരം നമ്മൾ 5 എന്ന് കൊടുത്തു. ഇനി ഇതിനകത്ത് ആപ്പട അൺനോൺ എന്ന് പറയുന്നത് എൽ ആണ്. ഓക്കെ, അൾട്ടിമേറ്റ് ബി ഒ ഡി അത് നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. ബാക്കിയെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് അൾട്ടിമേറ്റ് ബി ഒ ഡി 25.58 mg/L എന്ന് വെച്ചാൽ എല്ല് കിട്ടി. ഓക്കെ, ഇത്രയും കിട്ടിക്കഴിഞ്ഞാലാണ് ബാക്കി നമുക്ക് സ്റ്റീഫൻ-ഫെൽപ്സ് ഇക്വേഷൻ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. കാര്യം അവിടെ എല്ലിന്റെ ആവശ്യമുണ്ട്. ഇനിയും നമുക്ക് ആ സ്റ്റീഫൻ-ഫെൽപ്സ് ഇക്വേഷനിൽ നമുക്ക് ആകപ്പാടെ അറിയാത്തത് ഡി സി ആണ്. ഓക്കെ, ബാക്കിയെല്ലാം നമുക്ക് ഡി ഒ എല്ലാം നമ്മൾ തൊട്ട് മുന്നേ കണ്ടുപിടിച്ചു, എല്ല് കണ്ടുപിടിച്ചു, എഫ് തന്നിട്ടുണ്ട് 4 എന്നുള്ളത്, എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഡി സി കിട്ടി. അപ്പം എമൗണ്ട് ഓഫ് ഡി ഒ ഡെഫിസിറ്റ് കിട്ടി. ഇനി എന്താണ്, വെൻ ആൻഡ് വെയർ ആണ്. ഇനിയും എത്ര ഡേയ്സ് കൂടുമ്പോഴാണെന്നുള്ളത്. അപ്പം ടി സി വേണം. ടി സി കണ്ടുപിടിക്കാനുള്ള സ്റ്റീഫൻ-ഫെൽപ്സ് ഇക്വേഷൻ നമ്മൾ എഴുതി. ഇതിലെയും എല്ലാം നമ്മുടെ ഉണ്ട്, വാല്യൂസ് എല്ലാം ഉണ്ട്. എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നമുക്ക് 1.9085 ഡേയ്സ് എന്ന് കിട്ടി. ഓക്കെ, ഇനി നമുക്ക് എവിടെയാണെന്ന്, എത്ര ഡിസ്റ്റൻസ് മാറിയാന്നുള്ളത് വേണം. ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയാണ്, വെലോസിറ്റി ഓഫ് ദി റിവർ ഇൻറ്റു ട്രാവൽ ടൈം ആണ്. വെലോസിറ്റി നമുക്ക് ക്വസ്റ്റിനെ പറയുന്നുണ്ട് 0.1 m/s. അതേ ഇൻറ്റു ഈ ഒരു ഡേയ്സിലെ 1.905 ഡേയ്സ്, അതേ ഇൻറ്റു 24×60/60 ചെയ്തു സെക്കൻഡ് ആക്കാൻ വേണ്ടി. അപ്പം നമുക്ക് 16,460 മീറ്റർ എന്ന് കിട്ടി, അല്ലെങ്കിൽ 16 കിലോമീറ്റർ എന്ന് കിട്ടി. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ. ഹെൻസ് ദ മോസ്റ്റ് ക്രിട്ടിക്കൽ ഡെഫിസിറ്റ് വിൽ ഒക്കർ ആഫ്റ്റർ 1.905 ഡേയ്സ് ആൻഡ് അറ്റ് 16 കിലോമീറ്റർ ഡൗൺ സ്ട്രീം ഓഫ് ദി പോയിന്റ് ഓഫ് സീവേജ് ഡിസ്പോസലിൽ നിന്ന് ഇത്രയും ദൂരം മാറിയിട്ടാണ് കിട്ടുന്നത് എന്നുള്ളതും കണ്ടുപിടിച്ചു. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ സ്റ്റീഫൻ-ഫെൽപ്സ് ഇക്വേഷൻ യൂസ് ചെയ്യേണ്ടി വന്നു. അത് യൂസ് ചെയ്യണമെങ്കിൽ കുറച്ച് ടേംസ് അറിയണം. എല്ലിന്റെ വാല്യൂ വേണം, അതേപോലെ തന്നെ എഫിന്റെ വാല്യൂ വേണം, ഡി സഫിക്സോ ഡിഒ ഇനീഷ്യൽ ഡിഒ ഡെഫിസിറ്റിന്റെ വാല്യൂ വേണം. അപ്പൊ അതെല്ലാം കണ്ടുപിടിക്കണമെങ്കിൽ ആ തൊട്ട് മുന്നേ കണ്ട ഇക്വേഷൻസ് എല്ലാം സോൾവ് ചെയ്ത് ആ വാല്യൂവിൽ എത്തിയാൽ മാത്രമേ ഈ പറഞ്ഞ സ്റ്റീഫൻ-ഫെൽപ്സ് ഇക്വേഷൻ എഴുതിയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പൊ ഇങ്ങനെ പ്രോബ്ലംസ് ഉണ്ട്. ഇതിന് ഡിഫറെന്റ് പ്രോബ്ലം ടെക്സ്റ്റ് ബുക്കിലുണ്ട് കേട്ടോ, നിങ്ങൾ സോൾവ് ചെയ്ത് നോക്കുക കേട്ടോ. എല്ലാം നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റത്തില്ല, ഇത്രയും ഡിസ്കസ് ചെയ്തു. പ്രോബ്ലംസ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, ഇനിയും ഓക്കെ, അപ്പം ഇനി പ്രോബ്ലംസ് ഇപ്പം ഇന്ന് ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത പോർഷൻ എന്ന് പറയുന്നത് ഫ്ലോ ഇക്വലൈസേഷൻ എന്ന് വെച്ചാൽ എന്താണെന്നുള്ളതാണ്. ഓക്കെ, അപ്പം നമ്മൾ ട്രീറ്റ്മെന്റ് പ്ലാന്റിലോട്ട്, വേസ്റ്റ് ട്രീറ്റ്മെന്റ് പ്ലാന്റിലോട്ട് വരുന്ന വേസ്റ്റ് വാട്ടർ എന്ന് പറയുന്നത് പല സ്ഥലത്തു നിന്ന് വരുന്നതാണ്. ഓക്കെ, അപ്പൊ അതിന് പല ഫ്ലോ റേറ്റും പല ക്യാരക്ടറിസ്റ്റിക്സും പല കോൺസെൻട്രേഷൻ ഓഫ് പൊല്യൂട്ടൻസ് ഒക്കെ ആയിരിക്കും അല്ലെ. അപ്പം ഒരു ട്രീറ്റ്മെന്റ് പ്ലാന്റിലോട്ട് ഇങ്ങനെ പല സ്ഥലത്തു നിന്ന് ഇങ്ങനെ വല്ലാണ്ട് വന്നു കഴിഞ്ഞാൽ ആ ട്രീറ്റ്മെന്റ് പ്ലാന്റ് കേടാകത്തേ ഉള്ളൂ. കാരണം അതിന്റെ ഒരു നമ്മൾ അത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. അപ്പൊ ഇങ്ങനെ ഫ്ലക്ച്വേറ്റിംഗ് ആയിട്ട് വേരിയേഷൻസ് ഉള്ള ഒരു ഫ്ലോ റേറ്റിൽ വന്നു കഴിഞ്ഞാൽ അത് ആ ട്രീറ്റ്മെന്റ് പ്ലാന്റിനെ ബാധിക്കും. അപ്പം അങ്ങനെ അതിന് വലിയ എഫക്റ്റ് വരാതിരിക്കാൻ വേണ്ടി അതിന് മുന്നേ ഒരു ഫ്ലോ ഇക്വലൈസേഷൻ ടാങ്ക് നമ്മൾ കൊടുക്കും. അപ്പൊ ആ ടാങ്കിനുള്ളിൽ ഇതിന്റെ ഒരു ബാലൻസിങ് നടത്തിയിട്ട് എന്നിട്ടാണ് അതിൽ നിന്നാണ് പിന്നെ നമ്മൾ സെഡിമെന്റേഷൻ ടാങ്കിലോട്ടോ അല്ലെങ്കിൽ മെയിൻ പാർട്ടിലോട്ട്, പ്രൈമറി ട്രീറ്റ്മെന്റ് പ്ലാനിലോട്ട് വേസ്റ്റ് വാട്ടറിനെ വിടുന്നത്. അത്രേ ഉള്ളൂ ഫ്ലോ ഇക്വലൈസേഷൻ എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പൊ നോക്കാം. The wastewater to be treated in the waste treatment plant has a lot of variations of flow rate, concentration of pollutant and its characteristics. Okay, a waste treatment plant already designed for some flow rate and loading rate can't sustain such a large seasonal or other variations. Okay, അപ്പം ഫ്ലോ ഇക്വലൈസേഷൻ is a method to overcome problems related to fluctuations in flow rate and pollution load. Flow equalization basin അല്ലെങ്കിൽ flow equalization tank is located after most of the primary treatment units such as സ്ക്രീനിങ് ആൻഡ് ഗ്രിഡ് റിമൂവൽ ബട്ട് ബിഫോർ പ്രൈമറി സെഡിമെന്റേഷൻ എന്ന് വെച്ചാൽ ആ പ്രിലിമിനറി ട്രീറ്റ്മെന്റ് പ്ലാൻ നമ്മൾ അങ്ങനെ ഉദ്ദേശിച്ചാൽ മതി കേട്ടോ. പ്രിലിമിനറി ട്രീറ്റ്മെന്റ് യൂണിറ്റില്ലേ, ഏതൊക്കെ സ്ക്രീൻസും ഗ്രിഡ് ചേമ്പറും കഴിഞ്ഞിട്ട് ആണ് നമ്മൾ ഫ്ലോ ഇക്വലൈസേഷൻ ടാങ്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ അതും പ്രൈമറി സെഡിമെന്റേഷൻ ടാങ്കിന് മുന്നേ ആയിട്ടാണ് കൊടുക്കേണ്ടത്. Flow equalization method controls the short-term high volumes of incoming flow called surges through the use of basins. എന്ന് വെച്ചാൽ ഈ ഹൈ വോളിയം ഓഫ് വേസ്റ്റ് വാട്ടർ വരുന്നതൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഫ്ലോ ഇക്വലൈസേഷൻ ടാങ്ക് യൂസ് ചെയ്യുന്നത്. It helps in equalizing the flow rate and optimizing the time required for treatment in secondary and tertiary processes. It also helps in lowering the strength of wastewater by diluting it with wastewater already present in the equalization tank. അപ്പോൾ ഓൾറെഡി കുറച്ച് വേസ്റ്റ് വാട്ടർ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ വരുന്ന വേസ്റ്റ് വാട്ടറിന്റെ ഒരു സ്ട്രെങ്ത് ഓഫ് പൊല്യൂഷൻ ഒന്ന് കുറയ്ക്കാനും ഈ ഒരു മെത്തേഡ് യൂസ്ഫുൾ ആണ്. ബേസിൻ വോളിയം
dimensions, mixing and air requirement, etc. are the basic things that are considered in designing an equalization tank. അപ്പോൾ ടാങ്കിൻ്റെ വോളിയം എന്തുമാത്രം വേണം, അതിൻ്റെ ഡയമെൻഷൻസ്, പിന്നെ നമ്മൾ എയർ ഒക്കെ സപ്ലൈ ചെയ്യും, അപ്പോൾ എയർ എന്തുമാത്രം റിക്വയർഡ് ആണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ടാങ്ക് ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഫാക്ടേഴ്സ്. ഇനി ഫ്ലോ ഇക്വലൈസേഷൻ ടാങ്കിനെ വേണമെങ്കിൽ നമുക്ക് രണ്ട് രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് ഇൻലൈൻ ഇക്വലൈസേഷനും പിന്നെ ഓഫ് ലൈൻ ഇക്വലൈസേഷനും. ഓക്കെ, അത് ഇൻലൈൻ എന്ന് വെച്ചാൽ ഇൻ ദിസ് കേസ് ഓൾ ദി ഫ്ലോ പാസസ് ത്രൂ ദി ഇക്വലൈസേഷൻ ബേസിൻ ആൻഡ് ഹെൽപ്സ് ഇൻ അച്ചീവിങ് റെഡ്യൂസിങ് ഫ്ലക്ച്വേഷൻസ് ഇൻ പൊല്യൂട്ടൻ കോൺസെൻട്രേഷൻ ആൻഡ് ഫ്ലോ റേറ്റ്. എന്ന് വെച്ചാൽ ഇവിടെ സ്ക്രീനും ഗ്രിഡ് ചേമ്പറും കഴിഞ്ഞ് മെയിൻ ട്രീറ്റ്മെന്റ് പ്ലാന്റിന് മുന്നേ ഫ്ലോ ഇക്വലൈസേഷൻ ടാങ്കിൽ കൂടെ ആയിരിക്കും വാട്ടർ പാസ് ചെയ്യുന്നത്. വെച്ചാൽ ഇവിടെ വരുന്ന വാട്ടർ എല്ലാം ഇതിൽ കൂടെ പാസ്സാകും, എല്ലാ ഫ്ലോയും ഇതിൽ കൂടെ പാസ് ആകുന്നുണ്ട്. അതാണ് ഇൻ ലൈൻ ഇക്വലൈസേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്തതെന്ന് പറയുമ്പം ഓഫ് ലൈൻ എന്ന് പറയുമ്പം എല്ലാ എമൗണ്ട് ഓഫ് വാട്ടറും ഇതിൽ കൂടെ പാസ് ചെയ്യണം എന്നില്ല. ഈ ഒരു ഗ്രിഡ് ചേമ്പറും കഴിഞ്ഞ് കുറേ അങ്ങ് ഓവർഫ്ലോ ആകുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും ഓവർഫ്ലോ വരുന്നുണ്ടെങ്കിൽ ആ ഓവർഫ്ലോ ആയത് മാത്രമാണ് ഓഫ് ലൈൻ അല്ലെങ്കിൽ അടുത്ത ഫ്ലോ ഇക്വലൈസേഷൻ ടാങ്കിലോട്ട് വരത്തുള്ളൂ. എന്നിട്ട് പിന്നെ ഇതിൽ നിന്നായിരിക്കും പിന്നെ അത് അടുത്ത മെയിൻ ട്രീറ്റ്മെന്റ് പ്ലാനിലോട്ട് പോകുന്നത്. അല്ലാതെ ഒറ്റയടിക്ക് തന്നെ വരുന്ന എല്ലാ വെള്ളവും അതിൽ കൂടെ പാസ്സാകുന്നില്ല. ഓവർഫ്ലോ ആയിട്ട് വരുന്ന വാട്ടർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതായിരിക്കും ഈ പറഞ്ഞ ഫ്ലോ ഇക്വലൈസേഷൻ ടാങ്കിലോട്ട് മാറുന്നത്. In this case, only overflow above a predetermined value is diverted into the basin. It helps in reducing the pumping requirement. അപ്പോൾ അത്രയും കൂടെ പമ്പ് ചെയ്താൽ മതിയല്ലോ. In this method of equalization, variations in loading rate can be reduced considerably. Offline equalization is commonly used for the capture of fire flux from combined collection system. അപ്പം ജസ്റ്റ് ഇത് എന്തെങ്കിലും പെട്ടെന്ന് ഫ്ലഷ് ചെയ്യണം അങ്ങനത്തെ കേസിലൊക്കെ വരുമ്പോൾ നമുക്ക് ഈ ഒരു ഫ്ലോ ഇക്വലൈസേഷൻ ടാങ്കിൽ നിന്ന് വാട്ടർ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഓക്കെ, അപ്പം ഇതാണ് ഓഫ് ലൈൻ ഇക്വലൈസേഷൻ. അപ്പം ഓവർഫ്ലോ ആയ വാട്ടർ മാത്രം ഈ ഒരു ടാങ്കിലോട്ട് മാറുകയും പിന്നെ അവിടെ വെച്ച് എന്തെങ്കിലുമൊക്കെ ഒരു ഫ്ലക്ച്വേഷൻ റിഡക്ഷൻ ഒക്കെ നടന്നിട്ട് പിന്നീട് അത് മെയിൻ ട്രീറ്റ്മെന്റ് പ്ലാനിലോട്ട് വിടും. മറ്റേന്ന് പറയുമ്പം എല്ലാ എമൗണ്ട് ഓഫ് വാട്ടറും ആ ഒരു ഫ്ലോ ഇക്വലൈസേഷൻ ടാങ്ക് കഴിഞ്ഞിട്ടാണ് പിന്നെ അടുത്ത ട്രീറ്റ്മെന്റ് പ്ലാനിലോട്ട് പോകത്തുള്ളൂ. ഓക്കെ, ദ ഇക്വലൈസേഷൻ ടാങ്ക്സ് ആർ പ്രൊവൈഡഡ് ടു ബാലൻസ് എന്തൊക്കെയായിരുന്നു ഫ്ലോസ് ഓർ കോൺസെൻട്രേഷൻ, അല്ലെങ്കിൽ അതേപോലെ സെൽഫ് ന്യൂട്രലൈസേഷൻ എന്ന് വെച്ചാൽ അതൊരു ബാലൻസിങ് കിട്ടാൻ വേണ്ടിയൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ടു ഈവൻ ഔട്ട് ദി എഫക്ട് ഓഫ് പീരിയോഡിക് സ്ലഗ് ഡിസ്ചാർജ് ഫ്രം എ ബാഷ് പ്രോസസ് എന്ന് വെച്ചാൽ ഒന്ന് ലെവൽ ചെയ്യാൻ, എന്ന് വെച്ചാൽ ഈ ഓരോ പ്രോസസ്സ് നടക്കുമ്പോഴും കുറേ സ്ലഡ്ജൊക്കെ ഉണ്ടാവില്ലേ, അപ്പോൾ അതിൻ്റെ റേറ്റ് ഒന്ന് ലെവൽ ചെയ്യാൻ വേണ്ടി ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാം. ഇക്വലൈസേഷൻ ടാങ്കിനെ വേറൊരു രീതിയിൽ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഫ്ലോ ത്രൂ ടൈപ്പ്, ഇന്റർമിറ്റന്റ് ഫ്ലോ ടൈപ്പ്, വേരിയബിൾ ഇൻഫ്ലോ ടൈപ്പ് അല്ലെങ്കിൽ കോൺസ്റ്റന്റ് ഡിസ്ചാർജ് ടൈപ്പ്, അങ്ങനെയും വിളിക്കാം അതിനെ. ഓക്കെ, അത് മൂന്നും എന്താ നോക്കാം. ഫ്ലോ ത്രൂ ടൈപ്പ് എന്ന് വെച്ചാൽ ഇക്വലൈസേഷൻ ടാങ്ക് ഈസ് മെയിൻലി യൂസ്ഫുൾ ഇൻ അസിസ്റ്റിംഗ് സെൽഫ് ന്യൂട്രലൈസേഷൻ ഓർ ബാലൻസിങ് ഫ്ലക്ച്വേറ്റിംഗ് കോൺസെൻട്രേഷൻ. അപ്പം ഈ ഒരു ടാങ്ക് യൂസ് ചെയ്യുന്നത് ഒന്നെങ്കിൽ സെൽഫ് ന്യൂട്രലൈസേഷൻ അല്ലെങ്കിൽ ഈ കോൺസെൻട്രേഷനൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ്. എ ഫ്ലോ ത്രൂ ടൈപ്പ് ടാങ്ക് വൺസ് ഫിൽഡ് ഗിവ്സ് ഔട്ട്പുട്ട് ഈക്വൽ ടു ഇൻപുട്ട് എന്ന് വെച്ചാൽ കയറിയ അത്രയും എമൗണ്ട് ഓഫ് വാട്ടർ തന്നെ പുറത്തോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇത് ജസ്റ്റ് സെൽഫ് ന്യൂട്രലൈസേഷന് വേണ്ടിയായിരിക്കും ആ ഒരു ഇക്വലൈസേഷൻ ടാങ്ക് യൂസ് ചെയ്യുന്നത്. ഇനി ഇന്റർമീഡിയറ്റ് ഫ്ലോ ടൈപ്പ് എന്ന് പറഞ്ഞാൽ അവിടെ ബോത്ത് ഫ്ലോയുടെ ബാലൻസിങ്, ഫ്ലോ റേറ്റിന്റെ ബാലൻസിങ്ങും സെൽഫ് ന്യൂട്രലൈസേഷനും നടക്കുന്നുണ്ട്. ഓക്കെ, ഒരു ടാങ്കിൽ എന്താണ് സെൽഫ് ന്യൂട്രലൈസേഷനും മറ്റൊരു ടാങ്കിൽ ബാലൻസിങ്ങും ആണ്, ഫ്ലോയുടെ ബാലൻസിങ്ങും ആയിരിക്കും നടക്കുന്നത്. സോറി. ഇനിയും അടുത്തത് ഏതായിരുന്നു? വേരിയബിൾ ഇൻഫ്ലോ അല്ലെങ്കിൽ എന്താണ് കോൺസ്റ്റന്റ് ഡിസ്ചാർജ് ടൈപ്പിൽ നടക്കുന്നത് എന്താന്ന് വെച്ചാൽ ചില കേസിൽ ഫ്ലോ ഒത്തിരി ഉണ്ടായിരിക്കും. അങ്ങനത്തെ കേസിലാണ് ഈ ഒരു ടാങ്ക് യൂസ് ചെയ്യുന്നത്. ഈ ഒരു ടാങ്കിൽ ഒരു പമ്പ് കൊടുത്തിട്ടുണ്ടായിരിക്കും. ഇതിൽ നിന്ന് ഫ്ലോ വേരിയബിൾ ആയിട്ടാണെങ്കിൽ പോലും ഈ ഒരു ടാങ്കിൽ എത്തിക്കഴിയുമ്പോഴേക്കും ഡിസ്ചാർജ് ആയിട്ട് അതിൽ ത്രൂ പുറത്തോട്ട് പോകുന്നത് ഇവർ ഒരു കൺട്രോളിങ് എമൗണ്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ റേറ്റിലായിരിക്കും പുറത്തോട്ട് പോകുന്നത്. ഓക്കെ, ജനറലി അങ്ങനത്തെ ടാങ്കിന്റെ ഡിറ്റൻഷൻ ടൈം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇക്വലൈസേഷൻ ടാങ്കിന്റെ ഡിറ്റൻഷൻ ടൈം എന്ന് പറയുന്നത് 2 to 8 hours ആയിരിക്കും. ചില കേസിൽ ഈവൻ 12 hours കൂടുതലും ആകാൻ ചാൻസ് ഉണ്ട്. When larger detention time are required, the equalization unit is sometimes provided in the form of facultative aerated lagoon. അതെന്ന് വെച്ചാൽ നമ്മുടെ സെക്കൻഡറി ട്രീറ്റ്മെന്റിന്റെ ഒരു ടൈപ്പാണ്. അപ്പം അതിൽ നമുക്ക് അത് എന്താണെന്ന് പഠിക്കാം. ഓക്കെ, അപ്പം ഡിറ്റൻഷൻ ടൈം ആ ഒരു 2 to 8 hours ഒക്കെ വരും എന്ന് അറിഞ്ഞു വെക്കാം. ഓക്കെ, അപ്പം അത്രയുമാണ് എന്ത് ഫ്ലോ ഇക്വലൈസേഷൻ ടാങ്ക്. അപ്പം എന്തിനാണെന്നുള്ളത് മെയിൻ ആയിട്ട് അറിഞ്ഞു വെക്കേണ്ടത്. ഒത്തിരി ഫ്ലക്ച്വേഷൻസ് ഇൻ ഫ്ലോ റേറ്റും കോൺസെൻട്രേഷനും അതേപോലെ തന്നെ ക്യാരക്ടറിസ്റ്റിക്സും ഉണ്ടാവും
ട്രീറ്റ്മെൻറ്റ് പ്ലാനിലോട്ട് വരും. അപ്പോൾ അതൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ് ഫ്ലോ ഈക്വലൈസേഷൻ ടാങ്ക്. അത് നമ്മൾ എപ്പോഴും സ്ക്രീനിങ്സും ഗ്രിഡ് ചേമ്പറും കഴിഞ്ഞിട്ടാണ് സാധാരണ കൊടുക്കാറ്. അത് ഇൻലൈനായിട്ടും കൊടുക്കാം, ഓഫ്ലൈനായിട്ടും കൊടുക്കാം. പിന്നെ 3 ടൈപ്സ് ഉണ്ടെന്നും പഠിക്കുക. ഓക്കെ, അടുത്തത് സെഡിമെൻറ്റേഷൻ ടാങ്ക്. ഓക്കെ, അപ്പോൾ അതിന് ചെറിയൊരു ഇൻട്രൊഡക്ഷൻ. സെഡിമെൻറ്റേഷൻ ടാങ്ക്സ് ആർ ഡിസൈൻ ടു റിമൂവ് എ പാർട്ട് ഓഫ് ഓർഗാനിക് മാറ്റർ ഫ്രം ദി സീവേജ് എഫ്ലുവൻറ്റ് കമ്മിങ് ഔട്ട് ഫ്രം ദി ഗ്രിഡ് ചേമ്പർ. ഓക്കെ, അപ്പോൾ ഗ്രിഡ് ചേമ്പറിൽ നിന്ന് വരുന്ന സീവേജ് എഫ്ലുവൻറ്റിൽ നിന്ന് ഓർഗാനിക് മാറ്റർ സെറ്റിൽ ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ റിമൂവ് ചെയ്യേണ്ടി വരും. അതിനു വേണ്ടിയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? സെഡിമെൻറ്റേഷൻ ടാങ്ക്. മറ്റ് സ്ക്രീൻസിൽ നമ്മൾ ഫ്ലോട്ടിംഗ് മാറ്റേഴ്സ് ഒക്കെ റിമൂവ് ചെയ്തു. ഗ്രിഡ് ചേമ്പറിനകത്താണെങ്കിലും ഗ്രിറ്റ്, സിൽട്ട് ആയിട്ടുള്ളത്, ഇൻഓർഗാനിക് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ റിമൂവ് ചെയ്തു. ഇനി ഓർഗാനിക് ആയിട്ടുള്ളതൊക്കെ റിമൂവ് ചെയ്യണം. അതിലെ കുറേയൊക്കെ ഓർഗാനിക് മാറ്റേഴ്സ് ഈ ഒരു സെഡിമെൻറ്റേഷൻ ടാങ്കിൽ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. അപ്പം ഒരു കംപ്ലീറ്റ് സീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിനകത്ത് 2 പ്രാവശ്യം നമുക്ക് സെഡിമെൻറ്റേഷൻ യൂസ് ചെയ്യേണ്ടി വരും. ഒന്ന് ബിഫോർ ബയോളജിക്കൽ ട്രീറ്റ്മെൻറ്റ്. ബയോളജിക്കൽ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് എത്തുന്നതിന് മുന്നേ നമ്മളൊരു സെഡിമെൻറ്റേഷൻ കൊടുക്കും. അതിനെ നമ്മൾ പ്രൈമറി സെഡിമെൻറ്റേഷൻ എന്ന് പറയും. പിന്നീട് അടുത്തത് ബയോളജിക്കൽ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് നമ്മളൊരു സെഡിമെൻറ്റേഷൻ കൊടുക്കും. അതിനെ നമ്മൾ സെക്കൻഡറി സെഡിമെൻറ്റേഷൻ എന്ന് പറയും. ഓക്കെ, അപ്പോൾ 2 സമയത്ത് നമ്മൾ ഓരോ ടാങ്ക് യൂസ് ചെയ്യും. ഇനിയും ഈ ഒരു സെഡിമെൻറ്റേഷൻ തന്നെ ചിലപ്പോൾ നമ്മൾ കെമിക്കൽസ് അല്ലെങ്കിൽ കൊയാഗുലൻ്റ് ആഡ് ചെയ്തിട്ട് നമ്മൾ ചിലപ്പോൾ സെറ്റിലിംഗ് നടത്തും, അല്ലെങ്കിൽ സെഡിമെൻറ്റേഷൻ നടത്തും. അതിനെ നമുക്ക് സെഡിമെൻറ്റേഷൻ എയ്ഡഡ് വിത്ത് കൊയാഗുലേഷൻ എന്ന് പറയാം. ഓക്കെ, ഇനിയും എന്ത് ടൈപ്പ് ഓഫ് മെറ്റീരിയലാണ് താഴോട്ട് അടിയുന്നത് എന്നുള്ളതാണ്. Suspended solids present in water having specific gravity greater than that of water tend to settle down by gravity as soon as the turbulence is retarded by offering storage. എന്ന് വെച്ചാൽ സെഡിമെൻറ്റേഷൻ ടാങ്കിൽ എന്താ ചെയ്യുന്നത് വെച്ചാൽ അവർ കുറച്ച് നേരം വെള്ളം സ്റ്റോർ ചെയ്യാൻ വേണ്ടിയുള്ള അതിനുള്ള ഒരു പ്രൊവിഷനാണ് കൊടുക്കുന്നത്. കുറച്ച് നേരം ഇങ്ങനെ അനങ്ങാതെ വെലോസിറ്റി കുറച്ച് നേരം വെള്ളം ഇങ്ങനെ അനങ്ങാതെ കൊടുക്കുമ്പോഴേക്കും സ്പെസിഫിക് ഗ്രാവിറ്റി വാട്ടറിനേക്കാളും കൂടുതലുള്ള മെറ്റീരിയൽസ് പതുക്കെ താഴോട്ട് സെറ്റിൽ ആകും. ഓക്കെ, ഇതാണ് അതിൻ്റെ മെയിൻ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ബേസിൻ ഇൻ വിച്ച് ദ ഫ്ലോ ഈസ് റിട്ടാർഡഡ്. ഇങ്ങനെ ഫ്ലോനെ നമ്മൾ പിടിച്ചു നിർത്തുന്ന ആ ഒരു ബേസിൻ അല്ലെങ്കിൽ ടാങ്കിനെയാണ് നമ്മൾ സെഡിമെൻറ്റേഷൻ ടാങ്ക് അല്ലെങ്കിൽ സെറ്റിലിംഗ് ടാങ്ക് എന്നൊക്കെ പറയുന്നത്. ദ തിയറിറ്റിക്കൽ ആവറേജ് ടൈം ഫോർ വിച്ച് വാട്ടർ ഇസ് ഡീറ്റെയിൻഡ് ഇൻ ദി സെറ്റിലിംഗ് ടാങ്ക് ഈസ് കോൾഡ് ഡിറ്റൻഷൻ പീരിയഡ്. ഇനി ഈ ഒരു സെറ്റിലിംഗ് ടാങ്കിനകത്ത് വെള്ളം നമ്മൾ കുറച്ച് ടൈം ഡീറ്റെയിൻ ചെയ്യുമല്ലോ, ആ ഒരു തിയറിറ്റിക്കൽ ടൈമിനെ നമുക്ക് ഡിറ്റൻഷൻ പീരിയഡ് എന്ന് പറയാം. കുറച്ചിപ്പം ഒരു 2 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 24 മണിക്കൂർ വെക്കുമല്ലോ, ആ ഒരു ടൈമിനെ നമുക്ക് ഡിറ്റൻഷൻ പീരിയഡ് എന്ന് പറയാം. ഓക്കെ, ഇനിയും തിയറി ഓഫ് സെഡിമെൻറ്റേഷൻ എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ. അപ്പം സെറ്റിൽമെന്റ് ഓഫ് എ പാർട്ടിക്കിൾ ഇൻ വാട്ടർ ഈസ് കൺട്രോൾഡ് ബൈ ഫോളോയിങ് ഫാക്ടേഴ്സ്. ഓക്കെ, അപ്പം സെറ്റിലിംഗ് നടക്കുന്നത് ഇനിയും പറയുന്ന 3 ഫാക്ടേഴ്സിന്റെ ഒരു കൺട്രോളിലാണ്. ഒന്ന് വെലോസിറ്റി ഓഫ് ഫ്ലോ, രണ്ടാമത്തത് വിസ്കോസിറ്റി ഓഫ് വാട്ടർ, മൂന്നാമത്തത് സൈസ്, ഷേപ്പ് ആൻഡ് സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് പാർട്ടിക്കിൾ. ഓക്കെ, വെലോസിറ്റി ഓഫ് ഫ്ലോ എന്ന് പറയുന്നത് നമുക്കറിയാം, ഒരു സെഡിമെൻറ്റേഷൻ ടാങ്ക് എന്ന് പറയുന്നതും ഇങ്ങനെ ഹൊറിസോണ്ടലി ആയിരിക്കും മിക്കവാറും, അല്ലെങ്കിൽ സർക്കുലർ ആയിട്ടുള്ള ഫ്ലോ ഉണ്ട്. നമ്മൾ കൂടുതലും ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഒരു ടാങ്ക് ആയിരിക്കും. അപ്പം അങ്ങോട്ട് എങ്ങനെയാണ് ഫ്ലോയും ഹൊറിസോണ്ടലി ആയിരിക്കും. അപ്പം അങ്ങനത്തെ ടാങ്കിൽ വെലോസിറ്റിയുടെ പറ്റി പറഞ്ഞാൽ നമുക്ക് സെറ്റിലിംഗ് നടക്കണമെങ്കിൽ അവിടുത്തെ വെലോസിറ്റി കുറയണം. വെലോസിറ്റി കുറയണമെങ്കിൽ ആ ഒരു ടാങ്കിന്റെ ഫ്ലോ ഏരിയ കൂടുതലായിരിക്കണം. ഫ്ലോ ഏരിയ കൂടുതലായിരിക്കണമെങ്കിൽ കൂടുതലും അതിന്റെ ലെന്ത് ഇച്ചിരി ഗ്രേറ്റർ ആയിരിക്കണം. മോർ ലെന്ത് ഓഫ് ടാങ്ക് ആണെങ്കിൽ പെട്ടെന്ന് നമുക്ക് വെലോസിറ്റി കുറയ്ക്കാനും അതനുസരിച്ച് സെറ്റിലിംഗ് കൂട്ടാനും സാധിക്കും. അടുത്തത് വിസ്കോസിറ്റി ഓഫ് വാട്ടർ. വിസ്കോസിറ്റി ഓഫ് വാട്ടർ എന്ന് വെച്ചാൽ അത് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു ടെമ്പറേച്ചറാണ്. ഓക്കെ, അപ്പം വാം വാട്ടർ ആവുമ്പം അധികം വിസ്കസ് ആയിരിക്കില്ല. അപ്പം എന്താണ്, വലിയ പ്രശ്നം ഇല്ലായിരിക്കും സെറ്റിലാകാൻ, അധികം റെസിസ്റ്റൻസ് ഒന്നും കാണത്തില്ല. അപ്പം വാം വാട്ടർ ആണെങ്കിൽ അത്രയും കൂടെ നല്ലത്. ഇനിയും സൈസ്, ഷേപ്പ്, സ്പെസിഫിക് ഗ്രാവിറ്റിയെ പറ്റി പറഞ്ഞാൽ സ്പെസിഫിക് ഗ്രാവിറ്റി കൂടുതലുള്ള പാർട്ടിക്കിൾ പെട്ടെന്ന് സെറ്റിലാകും. സ്മോൾ സൈസ്ഡ് പാർട്ടിക്കിൾ ആകുമ്പോൾ അത് സെറ്റിലാകാൻ കുറച്ച് ടൈം എടുക്കും, സ്ലോലി ആയിരിക്കും. പെട്ടെന്ന് സെറ്റിൽ ആകണമെങ്കിൽ നമ്മൾ ജസ്റ്റ് കുറച്ച് കെമിക്കൽസ് ആഡ് ചെയ്ത് അല്ലെങ്കിൽ കൊയാഗുലൻ്റ് ആഡ് ചെയ്യുവാണെങ്കിൽ ഈ പറഞ്ഞ ഫൈൻ ആയിട്ടുള്ള കൊളോയിഡൽ പാർട്ടിക്കിൾസിനെ നമുക്ക് സെറ്റിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതാണ് ആ ഒരു 3 ഫാക്ടേഴ്സിനെ പറ്റി പറയാനുള്ളത്. അപ്പോൾ ഒരു സാധാ ഒരു പ്ലെയിൻ സെഡിമെൻറ്റേഷൻ എന്ന് വെച്ചാൽ കെമിക്കൽസ് ഒന്നും ഇല്ലാത്തത്, കെമിക്കൽസ് ഒന്നും ആഡ് ചെയ്യാതെ സെഡിമെൻറ്റേഷൻ നടത്തുന്നതിനാണ് പ്ലെയിൻ സെഡിമെൻറ്റേഷൻ ടാങ്ക് എന്നൊക്കെ പറയുന്നത്. അങ്ങനത്തെ ടാങ്കിന് ഒരു 60 to 65% ഓഫ് സസ്പെൻഡഡ് ആയിട്ടുള്ള സോളിഡ്സിനെ റിമൂവ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ BODനെയും കുറയ്ക്കാൻ പറ്റും. എന്ന് വെച്ചാൽ 30 to 35% ഓഫ് BOD ഫ്രം സീവേജും റിമൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതാണ് ടൈപ്സ് ഓഫ് സെറ്റിലിംഗ്. നിങ്ങൾ
എൻവയോൺമെൻറ്റ് എഞ്ചിനീയറിംഗ് 1 പഠിച്ചിട്ടുണ്ടായിരിക്കും. നമുക്ക് സെറ്റിലിങ്ങിനെ മെയിൻലി 4 രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചാൽ മതി കേട്ടോ. ടൈപ്പ് 1 എന്ന് പറയുന്നത് ഡിസ്ക്രീറ്റ് പാർട്ടിക്കിൾ സെറ്റിലിംഗ്. ഇതാണ് ഈ ഒരു പാഠത്തിൽ ഇത് നോക്കിയേ മേളത്തത്. ഡിസ്ക്രീറ്റ് പാർട്ടിക്കിൾ സെറ്റിലിംഗ്. പാർട്ടിക്കിൾസ് സെറ്റിൽ ഇൻഡിവിജ്വലി വിത്തൗട്ട് ഇന്ററാക്ഷൻ വിത്ത് നെയ്ബറിംഗ് പാർട്ടിക്കിൾസ് ആയിട്ട് വലിയ ഇന്ററാക്ഷൻ ഒന്നും ഇല്ലാതെ ഇൻഡിവിജ്വലി ആയിരിക്കും പതുക്കെ സെറ്റിൽ ആകും. ഇനിയും അടുത്തത് ഫ്ലോക്കുലന്റ് പാർട്ടിക്കിൾ സെറ്റിലിംഗ്. അതിൽ ഫ്ലോക്കുലേഷൻ കോസസ് ദി പാർട്ടിക്കിൾ ടു ഇൻക്രീസ് ഇൻ മാസ് ആൻഡ് സെറ്റിൽ അറ്റ് എ ഫാസ്റ്റർ റേറ്റ്. അതിൽ എന്ന് പറയുമ്പോൾ പാർട്ടിക്കിൾസ് തമ്മിൽ ഒരു ഫ്ലോക്കുലേഷൻ ഒന്ന് സ്റ്റിക്ക് ആവും, അപ്പോഴേക്കും അതൊരു മാസ് ആയിട്ടായിരിക്കും താഴോട്ട് സെറ്റിൽ ആകാൻ പറ്റുന്നത്. കുറച്ചുകൂടെ ഫാസ്റ്റർ റേറ്റിലായിരിക്കും ഇത് വെച്ച് നോക്കുമ്പോൾ. അടുത്തത് ഹിൻഡേർഡ് ഓർ സോൺ സെറ്റിലിംഗ് എന്ന് വെച്ചാൽ the mass of the particle tends to settle as a unit with individual particles remaining in fixed position with respect to each other. അത് പറയുമ്പോൾ കുറച്ചും കൂടെ വലിയ ഹെവി മാസ് ആകുമ്പോൾ അതനുസരിച്ച് അതൊരു യൂണിറ്റ് ആയിട്ടായിരിക്കും സെറ്റിൽ ആകുന്നത്. ഈ ലാസ്റ്റ് ടൈപ്പ് 4 കംപ്രഷൻ സെറ്റിലിംഗ് ആണ്. കാര്യം മേളിൽ നിന്ന് ഇങ്ങനെ സെറ്റിലായി വരുന്ന ഒരു ഓരോരോ മാസ് തമ്മിൽ എന്താണ് സെഡിമെന്റേഷൻ നടക്കുമ്പോൾ അവിടെ ഒരു ചെറിയൊരു കോമ്പാക്ഷൻ നടക്കും. അപ്പം അങ്ങനെയാണ് അവിടെ അതിനെ കംപ്രഷൻ സെറ്റിലിംഗ് എന്ന് പറയുന്നത്. ജസ്റ്റ് ഇത് അറിഞ്ഞു വെക്കുക. ഇനി അടുത്തത് ടൈപ്സ് ഓഫ് സെഡിമെന്റേഷൻ ടാങ്ക്. അപ്പം പല രീതിയിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ഷേപ്പ് അനുസരിച്ച് ഇപ്പോൾ റെക്ടാങ്കുലർ ടാങ്ക്, സർക്കുലർ ടാങ്ക് എന്നൊക്കെ പറയാം. ഇനി അതല്ല, മെയിൻലി നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് മെത്തേഡ് ഓഫ് ഓപ്പറേഷൻ അനുസരിച്ച് നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. അതിൽ ബാക്കി ഷേപ്പ് അനുസരിച്ചിട്ടുള്ളതൊക്കെ നിങ്ങൾ എൻവയോൺമെന്റ് എഞ്ചിനീയറിംഗ് 1 പഠിച്ചിട്ടുണ്ടായിരിക്കും. അപ്പം നമുക്ക് അതിന് വലിയ ഇമ്പോർട്ടൻസ് ഇല്ല ഈ ഒരു സെമ്മിൽ. ജസ്റ്റ് ഇത് പഠിച്ചു വെക്കുക. ബേസ്ഡ് ഓൺ മെത്തേഡ് ഓഫ് ഓപ്പറേഷൻ അനുസരിച്ച് നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്ന് ഫിൽ ആൻഡ് ഡ്രോ ടൈപ്പ് അല്ലെങ്കിൽ ഇന്റർമീഡിയറ്റ് ടൈപ്പ് ഓഫ് സെഡിമെന്റേഷൻ ടാങ്ക്. അപ്പം ഇതിന്റെ ഓപ്പറേഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇൻ കേസ് ഓഫ് ഫിൽ ആൻഡ് ഡ്രോ ടൈപ്പ് സെഡിമെന്റേഷൻ ടാങ്ക്, വാട്ടർ ഫ്രം ഇൻലെറ്റ് ഇസ് സ്റ്റോർഡ് ഫോർ സം ടൈം. ദ ടൈം മേ ബി 24 hours. എന്ന് വെച്ചാൽ ഇൻലെറ്റിൽ നിന്ന് വരുന്ന വാട്ടറിനെ നമ്മൾ ടാങ്കിനുള്ളിൽ കുറച്ച് നേരം സ്റ്റോർ ചെയ്യും. എന്ന് വെച്ചാൽ 24 hours സ്റ്റോർ ചെയ്യാന്ന് വിചാരിക്കാം. ഇൻ ദാറ്റ് ടൈം, അത്രയും ടൈം കൊണ്ട് സസ്പെൻഡഡ് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് എല്ലാം താഴെ സെറ്റിൽ ആകും. ഓക്കെ, 24 hour കഴിഞ്ഞ് കഴിയുമ്പം ദ വാട്ടർ ഈസ് ഡിസ്ചാർജ് ത്രൂ ഔട്ട്ലെറ്റ്. ഇനി 24 hour കഴിഞ്ഞ് കഴിയുമ്പം ഈ വാട്ടറിനെ നമുക്ക് എന്താണ് ഡിസ്ചാർജ് ചെയ്യാം, പുറത്തോട്ട് എടുക്കാം. എന്നിട്ട് ഈ സെറ്റിലായ പാർട്ടിക്കിൾസ് ഉണ്ടല്ലോ, ഇനി അതിനെ പറ്റിയാണ് പറയുന്നത് കേട്ടോ. ദെൻ സെറ്റിൽഡ് പാർട്ടിക്കിൾസ് ആർ റിമൂവ്ഡ്, മാനുവലി റിമൂവ് ചെയ്യാം. ദിസ് റിമൂവൽ ആക്ഷൻ റിക്വയർസ് 6 to 12 hours. അപ്പം അതിന് പിന്നീട് ഒരു 6 to 12 മണിക്കൂർ വേണ്ടി വരും. സോ വൺ കംപ്ലീറ്റ് ആക്ഷൻ ഓഫ് സെഡിമെന്റേഷൻ, മൊത്തത്തിൽ ഒരു കംപ്ലീറ്റ് ആക്ഷൻ ഓഫ് സെഡിമെന്റേഷൻ നടക്കണമെങ്കിൽ മൊത്തത്തിൽ ഒരു 30 to 36 hours വേണ്ടി വരും ഈ ഫിൽ ആൻഡ് ഡ്രോ ടൈപ്പ് ടാങ്ക് ആണെങ്കിൽ. സോ എന്താണ്, ഇത്രയും ടൈം എടുക്കുന്നു. ഓക്കെ, അതേപോലെ തന്നെ ഈ ഒരു ടാങ്കിൽ ഇങ്ങനെ വെള്ളം വന്നു, നമ്മൾ എടുത്തു മാറ്റി, അപ്പോൾ ഇത് സ്ലഡ്ജൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടി ടൈം എടുക്കുമല്ലോ. അപ്പോൾ പിന്നെ അറ്റ്ലീസ്റ്റ് 2 ടാങ്ക് വേണ്ടി വരുമല്ലോ. അതിൽ പിന്നെ ഇവിടുന്ന് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വേറൊരു ടാങ്ക് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത് സെഡിമെന്റേഷൻ ചെയ്യാൻ വേണ്ടി. അപ്പോൾ അറ്റ്ലീസ്റ്റ് 2 ടാങ്ക് എന്തായാലും വേണ്ടി വരും ഈ ഒരു ഫിൽ ആൻഡ് ഡ്രോ ആണെങ്കിൽ. അതുപോലെ തന്നെ കുറേ വേസ്റ്റേജ് ഓഫ് ടൈം ഉണ്ട്, ലേബർ ഒത്തിരി വേണ്ടി വരും, മാനുവലി ആണല്ലോ ക്ലീൻ ചെയ്യുന്നത്, പിന്നെ കുറേ യൂണിറ്റ് ഒക്കെ വേണ്ടി വരുന്നുണ്ട്. ഓക്കെ, അപ്പം ഇതാണ് ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ്. കാര്യം 24 hours വെച്ച് കഴിഞ്ഞ് ആ വെള്ളം മാറ്റി ബാക്കി ഇനി അത് ക്ലീൻ ചെയ്യാൻ വേണ്ടി ബാക്കി പിന്നീട് ഒരു 6 to 12 മണിക്കൂർ വേണ്ടി വരുന്നുണ്ട്. അപ്പം അതുകൊണ്ട് കുറച്ചും കൂടെ ഇപ്പം സാധാരണ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാറില്ല. ഇപ്പം യൂസ് ചെയ്യുന്ന പുതിയ മെത്തേഡാണ് കണ്ടിന്യൂസ് ഫ്ലോ ടൈപ്പ് സെഡിമെന്റേഷൻ ടാങ്ക്. കണ്ടിന്യൂസ് ആണ് അവിടെ ഫ്ലോ. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഒരു ഫിഗർ നോക്കിയാൽ, ഇത് വൺ ഓഫ് ദി ടൈപ്പ് ഓഫ് കണ്ടിന്യൂസ് ഫ്ലോ ആണ്. ഇതൊരു ഹൊറിസോണ്ടൽ ഫ്ലോ ടൈപ്പാണ്, റെക്ടാങ്കുലർ ആയിട്ടുള്ളതാണ്. provided with mechanical scrapping devices to scrap the sludge to the sludge pit without stopping the working of the tank. അപ്പോൾ ഇവിടെ എന്താണ് ടാങ്കിന്റെ വർക്കിംഗ് ഒന്നും സ്റ്റോപ്പ് ചെയ്യത്തില്ല. ഇതിൽ ജസ്റ്റ് ഈ പറഞ്ഞ നമ്മൾ എന്താണ് ക്ലീനിങ് ചെയ്യാൻ വേണ്ടിയാണല്ലോ സ്റ്റോപ്പ് ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ ഇവിടെ മെക്കാനിക്കലി ആണ്, എന്ന് വെച്ചാൽ ഈ അടിയുന്ന സാധനത്തിനൊക്കെ സ്ലഡ്ജ് പിറ്റ് എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ താഴെ വന്നു അടിഞ്ഞ് അത് വന്നോളും. എന്നിട്ട് ആ മെക്കാനിക്കലായിട്ട് അത് താഴെ നിന്ന് റിമൂവ് ആയി പൊക്കോളും. അപ്പം നമ്മുടെ ടാങ്കിന്റെ വർക്കിംഗ് സ്റ്റോപ്പ് ആകുന്നില്ല. ഇൻ ദിസ് കേസ് വാട്ടർ ഈസ് നോട്ട് അലൗഡ് ടു റെസ്റ്റ് ആക്കുന്നൊന്നും, വെള്ളം നിർത്തി വെക്കുന്നൊന്നും ഇല്ല. നമ്മൾ ഫ്ലോന്റെ വെലോസിറ്റി ഒന്നും ചെറുതായിട്ട് കുറയ്ക്കുന്നത് മാത്രമേ ഉള്ളൂ. ഡ്യൂറിങ് ദിസ് ഫ്ലോ സസ്പെൻഡഡ് പാർട്ടിക്കിൾസ് ആർ സെറ്റിൽ അറ്റ് ദി ബോട്ടം ഓഫ് ദി ടാങ്ക്. ഓക്കെ, പിന്നെ ഇവിടെ ഫ്ലോ എന്ന് പറയുന്നത് ഫ്ലോ മേ ബി ഐദർ ഇൻ ഹൊറിസോണ്ടൽ ഓർ വെർട്ടിക്കൽ ഡയറക്ഷൻ ആകും. ഈ ഒരു ഫിഗറിൽ ഹൊറിസോണ്ടൽ ഡയറക്ഷൻ ആണ്. വെർട്ടിക്കൽ ഡയറക്ഷനിലേക്ക് സെഡിമെന്റേഷൻ ടാങ്ക്സ് ഉണ്ട്, നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ നോക്കിയാൽ മതി, അല്ലെങ്കിൽ അടുത്ത ദിവസത്തെ ലെക്ചറിൽ ഞാൻ അതിന്റെ ഫിഗർ കാണിക്കും. ഓക്കെ, അപ്പം കോമൺലി യൂസ് ചെയ്യുന്നത് ഈ പറഞ്ഞ കണ്ടിന്യൂസ് ഫ്ലോ ടൈപ്പ് ആണ്. കുറച്ചും കൂടെ സിമ്പിൾ വർക്കിംഗ് ആണ്. വാട്ടർ ഒരു സൈഡിൽ കൂടെ എൻ്റർ ചെയ്തിട്ട് മറ്റേ സൈഡിൽ കൂടെ അത് പുറത്തോട്ട് പോകുന്നു.
ഓക്കെ, ഇവിടെ നമുക്ക് വെലോസിറ്റി റെഡ്യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ്? സഫിഷ്യൻറ്റ് ലെങ്ത് ഓഫ് ട്രാവൽ എന്ന് വെച്ചാൽ അതിന് ട്രാവൽ ചെയ്യാനുള്ള ഒരു ലെങ്ത് ഓഫ് ദി ടാങ്ക് എന്ന് പറയുന്നത് ആവശ്യത്തിന് കൊടുക്കുവാണെങ്കിൽ നമുക്ക് അവിടെ വെലോസിറ്റി കുറയ്ക്കാൻ പറ്റും. നമ്മൾ പറഞ്ഞായിരുന്നല്ലോ നേരത്തെ, വെലോസിറ്റി കുറയ്ക്കണമെങ്കിൽ ലെങ്ത് ഓഫ് ദി ടാങ്ക് നമുക്ക് ഇമ്പ്രൂവ് ചെയ്താൽ മതി, കൂട്ടിയാൽ മതി എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അതാണ് 2 ടൈപ്സ് ഓഫ് സെഡിമെൻറ്റേഷൻ ടാങ്ക് ബേസ്ഡ് ഓൺ മെത്തേഡ് ഓഫ് ഓപ്പറേഷൻ. അപ്പോൾ ഏറ്റവും കോമൺലിയും ഏറ്റവും ബെറ്റർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് ഈ പറഞ്ഞ കണ്ടിന്യൂസ് ഫ്ലോ ടൈപ്പാണ്. ഓക്കെ, അപ്പം ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിലുള്ളത്. ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ലെക്ചർ നോട്ട്, ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് മാത്രം എഴുതുക. കാര്യം PPT കയ്യിലുണ്ടല്ലോ, നമുക്ക് പിന്നീട് പ്രിൻ്റ് എടുക്കാം. പിന്നെ പ്രോബ്ലംസ് ഒക്കെ ഒന്ന് പറഞ്ഞ പ്രോബ്ലംസ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്ന പ്രോബ്ലംസ് ഒന്ന് എഴുതി നോക്കി, എന്നിട്ട് കാൽക്കുലേറ്റർ ചെയ്ത് നോക്കുക, കിട്ടുന്നുണ്ടോ എന്നുള്ളതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. അടുത്ത ദിവസം രാവിലെ 10 മണിക്കുള്ളിൽ ലെക്ചർ നോട്ട് അപ്ലോഡ് ചെയ്യുക. ഓക്കെ.